സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ഇത് വർഷമാണ് നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല പകൽക്കാല സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തും. നമ്മൾ ദൈവസ്ഥലിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 4ാമത് സെക്ഷൻ ദൈവസ്ഥലിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ പകലും കഴിഞ്ഞ 2 രാത്രിയിലും ദൈവസഭയായ ദിവസത്തിൽ താണിരിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, മാറ്റമില്ലാത്ത ദൈവശബ്ദമൊക്കെ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ച കൃപകളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലവും കർത്തൃപാർപ്പിടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിതദാസമാ ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദിവജനത്തിനും കർത്താവായ യേശു ക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഈ പകൽക്കാലത്തെയും രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മതിയായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിത ദിവദാസൻ പാസ്റ്റർ ജി ദാനിയേൽ അവരുടെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. കഴിഞ്ഞ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ കർത്തൃദാസന് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ കർത്തവ്യത്തിനെ കർത്താവ് അഭിഷേകം ചെയ്തു, അധികാരപ്പെടുത്തി. ആ ദൈവകൃപയോർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന ദൈവസഭയുടെ വലിയ വ്യക്തികളുടെ സ്വാഗതവും വന്ദനവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. പല ആവർത്തി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേൾക്കാൻ ജനത്തിന് മനസ്സുണ്ടെങ്കിലേ സംസാരിക്കാൻ ദൈവം തയ്യാറാകും. ഒരു ദൈവം മാനവജാതിയോട് സംസാരിക്കാൻ ദൈവത്തിന് വ്യത്യസ്തങ്ങളായ 7 തലങ്ങളുണ്ട്, 7 വ്യത്യസ്ത തലങ്ങളുണ്ട്. അതിലൊന്ന് ദൈവം നേരിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. 2 ദർശനങ്ങൾ, 3 വെളിപ്പാട്, 4 പ്രവചനങ്ങൾ, 5 സാഹചര്യം, 6 വചനം ഇത്യാദി 7 വ്യത്യസ്ത മാധ്യമങ്ങൾ കൂടെ ദൈവം തൻ്റെ ഇഷ്ടം തൻ്റെ മക്കളെ അറിയിക്കും. ഒരു നല്ല സ്തോത്രം ചെയ്താട്ടെ. പ്രവാചകൻ തന്നെ പറയണമെന്നൊന്നുമില്ല. സ്തോത്രം. ദൈവത്തിന് വേണേൽ നേരിട്ട് സംസാരിക്കാം, വചനമൊക്കെ പറയാം, എൻ്റെ വിഷയമല്ല. അതിലൊന്നാമത്തെ ദൈവം നേരിട്ട് പറയുക എന്നുള്ളതാണ്. നേരിട്ട് സംസാരിക്കുക. വിശുദ്ധ തിരുവെഴുത്തിൽ പഴയ നിയമത്തെ നമുക്ക് കാണാൻ കഴിയുന്നൊരു പശ്ചാത്തലം തന്നെയാണ്. ബാലനായ ശമൂവേൽ ഏലിയുടെ കൂടെ താമസിക്കുന്ന കാലത്ത് ആ രാത്രിയിൽ ദൈവം 3 പ്രാവശ്യം ശമൂവേലിനെ വിളിച്ചു. 3 പ്രാവശ്യവും ശമൂവേൽ വിളി കേട്ടു. 3 പ്രാവശ്യം കേട്ടു. 3 പ്രാവശ്യവും ഓടി ഏലിയുടെ അടുക്ക ചെന്നു. 3 പ്രാവശ്യവും ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന്. പക്ഷെ 3ാമത്തെ പ്രാവശ്യം ശമൂവേൽ ചെന്നപ്പോൾ ഏലി പറഞ്ഞൊരു കാര്യമുണ്ട്. ഏലി അന്ന് വരെ ഒരു ദൈവശബ്ദം കേട്ടിട്ടില്ല. പക്ഷെ ഏലിക്കൊന്നറിയാം, പിതാക്കന്മാരോട് സംസാരിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഏലി പറഞ്ഞത്, ഇനി നിന്നെ വിളിക്കുമ്പോൾ നീ പറഞ്ഞു അരുളി ചെയ്യണമേ അടിയൻ. ഉറക്കെ പറഞ്ഞേ, ആ അടിയൻ കേൾക്കുന്നു. അരുളി ചെയ്യണമേ അടിയൻ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ശ്രദ്ധിക്കണം ദൈവത്തിലെ, ആ 4ാമത്തെ പ്രാവശ്യം ദൈവം വിളിച്ചു. ശമൂവേൽ വിളി കേൾക്കുക മാത്രമല്ല, ഒരു വാക്ക് പറഞ്ഞു, അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു. അന്ന് രാത്രി വാതോരാതെ സ്വർഗ്ഗം സംസാരിച്ചു. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളൊന്ന് ചിന്തിച്ച് പോയിക്കേ. ആദ്യത്തെ പ്രാവശ്യം തന്നെ കൊച്ച ശമൂവേലേ ഒന്ന് എഴുന്നേറ്റ്, എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് തട്ടി ഉണർത്തി പറഞ്ഞ ദൈവമല്ല. ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവത്തിന് ഒരാഗ്രഹമുണ്ട്, കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടെന്ന് വാതുറന്ന് പറയണം. ഒരു നല്ല സ്തോത്രം പറഞ്ഞ ദൈവത്തില്. അങ്ങനെങ്കിൽ ഈ 2015 നമ്മൾ ഈ ആദ്യത്തെ മാസത്തെ നാം കാലുവെച്ച് ദൈവസന്നിധി താണിരിക്കുമ്പോൾ വന്നിരിക്കുന്നു നല്ലത്, പാട്ടുപാടി നല്ലത്, പ്രാർത്ഥിച്ചു നല്ലത്. കർത്തൃവ്യത്യം ദൈവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവത്തോടൊന്ന് പറ, എനിക്ക് കേൾക്കാൻ മനസ്സുണ്ട്. സ്വതം എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ കാതുകൾ ഈ ലോകത്തിലെ പലതും കേട്ട് വല്ലാതെ വരണ്ടുപോയ മരവിച്ചു പോയ കാതാ എൻ്റെത്. കർത്താവേ, ഒരു പുതിയ കാത്, നിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ, നിന്റെ മാറ്റൊലി ഒന്ന് കേൾക്കാൻ, നിന്റെ ആലോചന ഒന്ന് കേൾപ്പാൻ ഒരു മാംസളമായ ഹൃദയം എനിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അല്പസമയം കരങ്ങളെ അടിച്ചു കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അവൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ അരവന റംബദാനകൽപവേദഘടകന അൽഹത്തന റേദകൽപവേദഘട. അല്പസമയം കർത്തൃദാസൻ വചനവുമായി ദൈവസനിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഒരു സമർപ്പണത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. കർത്താവേ, ഞാൻ വന്നു, അത് സത്യമാ. ഞാൻ പാടി സത്യമാ. ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചു സത്യമാ. അതിനപ്പുറത്ത് നിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. കർത്തൃത്വത്തിനെ ഈ പകൽക്കാലത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകലെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ പുതുവർഷത്തിൽ വളരെ സന്തോഷത്തോടായിരിക്കുന്ന നിങ്ങളെ കാണാൻ ദൈവം ഭാഗ്യമൊരുക്കിയതിനായിട്ട് സ്തോത്രം. ഒന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ പകലിൽ കർത്താവ് എന്നോട് ഇടപെടുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. തീർച്ചയായും ദൈവം ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കും. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. ഇന്ന് പകലിൽ എന്നോടൊന്ന് ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതുവർഷത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ മുട്ടുമടക്കിയ ദൈവജനത്തോട് കർത്താവ് സംസാരിക്കേണ്ടതിന് എല്ലാവരും ആത്മാവിൽ നിറയപ്പെട്ട ദൈവമക്കൾ ഒരല്പസമയം അധരങ്ങളെ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ഈ വചനത്തിൻ്റെ വാതിലുകൾ ഇന്ന് പകലിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിക്കണം. അർത്ഥാമനയ ശധുര ജഗൽമന ധൂമക മനാധിയ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആരും ഇതിനകത്ത് മൗനമാകരുത്. നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടോ, ഇന്ന് പകൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ ആരും മടി കാണിക്കരുത്. വായികളെ തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവപ്രവൃത്തിയുടെ ആഴം നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നത് കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടവരാണെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടേണ്ടതിന് കൃപ പ്രാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി വായികളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മൂകതകളെയും, എല്ലാ അലസതകളെയോ, എല്ലാ മാനുഷിക മുൻവിധികളെയോ, ദുഷ്ടൻ ഹൃദയങ്ങളിൽ കെട്ടിപ്പൊക്കുന്ന എല്ലാ കോട്ടകളെയോ അധികാരം പ്രാപിച്ച യേശുവിൻ്റെ നാമത്തിൽ കർക്കശമായി ഇടിച്ചു കളയുകയാണ്. ദൈവപ്രവൃത്തിയുടെ ആഴം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ദൈവകൃപയുടെ ആഴം ഇതിനകത്ത് വെളിപ്പെടട്ടെ. കൃപ പ്രാപിച്ചവർ ഒരല്പസമയ ആത്മാവിൽ സ്തോത്രം ചെയ്ത് തുടങ്ങുക. ഇത് പിശാചിന്റെ സമയമല്ല, ഇത് സാത്താന്റെ സമയമല്ല. ദൈവജനത്തിന്മേൽ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ വെളിപ്പെട്ടു വരുന്ന സമയമാകയാൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി ഓ ഹല്ലേലൂയ, ഓ രാജാമാനാധൂമകാരകൽമനേ. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ 2015 വർഷത്തിൻ്റെ ആരംഭ മാസത്തിൽ ഈ സഭ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ ഈ 4-ാം പകലിനായി അങ്ങയെ സ്തുതിക്കുന്നു. അല്പം കൊണ്ടും അധികം കൊണ്ടും അത്ഭുതം ചെയ്യുന്നവനെ അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. താഴ്ചയിലിരിക്കുന്നവർക്ക് ഉയർച്ച നൽകുവാൻ, ഇടുക്കത്തിലിരിക്കുന്നവർക്ക് വിശാലത നൽകുവാൻ, തകർന്നിരിക്കുന്നവരെ പണിതെടുക്കുവാൻ, അപമാനത്തിലിരിക്കുന്നവർക്ക് മാന്യത നൽകുവാൻ, രോഗത്തിലിരിക്കുന്നവരെ സൗഖ്യമാക്കുവാൻ, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിച്ചെടുക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനാൽ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം പകലിൽ വെളിപ്പെട്ടു വരേണ്ട ദൈവപ്രവർത്തികൾക്കെതിരെ ചലിക്കുന്ന എല്ലാ ഇരുളിൻ്റെ ശക്തികളെയോ ഈ ദേശത്തിൻ്റെ തെക്ക്, കിഴക്ക്, പാമേ, വടക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്ന് പോരാടുന്ന എല്ലാ പോരുകളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കർക്കശമായി ഞാൻ നിരോധിക്കുകയാണ്. ദൈവപ്രവർത്തികളെ തടയുന്ന ദുഷ്ടന്റെ എല്ലാ മേഖലകളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കർക്കശമായി ശാസിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറക്കും, ജനത്തോട് ഇടപെടും, പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ, ബലത്തോടെ ഹല്ലേലൂയ. സന്നിഹിതരായിരിക്കുന്ന മാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷിയാൽ ഈ സഭയുടെ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, തൻ്റെ കുടുംബം, ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പുതുവർഷത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. എത്ര പേർക്ക് ദൈവവചനം കേൾക്കാൻ സന്തോഷമുണ്ട്? ഇന്ന് പകലിൽ കർത്താവ് നമ്മളോട് ഇടപെടും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ് ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പകരം തരും. അടുത്ത വാക്യം, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി
ആ, നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ആ, എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ആ വചനം കേട്ട് എത്ര പേരുണ്ട്? ആമേൻ. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകയില്ല. ആമേൻ. യോവേൽ തൻ്റെ പ്രവചന ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ 5 വിധ പ്രവർത്തികൾ താൻ പ്രവചിക്കുക. എത്ര പേർ ആമേൻ പറയും? ആമേൻ. ദൈവജനത്തിനു വേണ്ടി ദൈവം വെളിപ്പെടുത്തുന്ന 5 വിധ ദൈവിക പ്രത്യക്ഷതകൾ യോവേൽ വെളിപ്പെടുത്തുക. 1, പകരം തരുന്ന ദൈവം. 2, തൃപ്തി തരുന്ന ദൈവം. 3, അത്ഭുതം ചെയ്യുന്ന ദൈവം. 4, നടുവിൽ വസിക്കുന്ന ദൈവം. 5, ലജ്ജിപ്പിക്കാത്ത ദൈവം. ഒന്ന് കരമുയർത്തി ഒരു ആമേൻ പറ. ഹല്ലേലൂയ. 2015 പ്രഥമ ആമേൻ മാസത്തിൽ ഈ ദൈവശബ്ദം നാം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ നിറഞ്ഞു സ്തോത്രം ചെയ്യാൻ ആരും മടി കാണിക്കരുത്. നിനക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് പകരം തരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിനക്ക് തൃപ്തി തരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിന്നെ ലജ്ജിപ്പിക്കാതെ നിർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നീ എവിടെ തലകുനിഞ്ഞോ, നീ എവിടെ ലജ്ജിച്ചോ, നീ എവിടെ അപമാനിക്കപ്പെട്ടോ, അർത്ഥാമാന ധൂമക രകൽമന, നീ എവിടെ തരം താണോ അവിടെ നിന്നെ മാനിക്കുന്ന, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ആഴം നിനക്കുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ അക്കരം ചലിപ്പിച്ച് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ മടിക്കരുത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, യോവേൽ തൻ്റെ പ്രവചന ഭാഗത്തു നിന്ന് ദൈവജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുന്ന 5 വിധ വെളിപ്പെടുത്തലുകൾ താൻ പ്രഖ്യാപിക്കുകയാ. ആമേൻ. ദൈവജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ 5 വിധ പ്രത്യക്ഷതകൾ. ശ്രദ്ധിക്കൂ, ഊരെന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന്, ആ പ്രദേശത്തു നിന്ന് തേജോമനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷത പ്രാപിച്ച അബ്രഹാം യാത്ര പുറപ്പെട്ട് കനാന്റെ മണ്ണിലെത്തി വാഗ്ദത്തത്തിന് നന്മ അനുഭവിച്ചെങ്കിൽ, കേൾക്കുക, തേജോമനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് അബ്രാമിനെ അബ്രഹാമാക്കി കനാൻ ദേശത്ത് അവനെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ച് ഒരു വാഗ്ദത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ ദൈവം അവനെ വേർതിരിച്ചതെങ്കിൽ, ഇന്ന് പകൽ നീ കേട്ടോ, ദൈവത്തിന്റെ പ്രത്യക്ഷത നിന്നെ മുഴുവനായി ചേഞ്ച് വരുത്തുമെന്ന് തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. ഉടയ രകൽമനാദിയ ഒരു ദൂതുകൂടെ പറയാൻ എനിക്കൊരു നിയോഗമുണ്ട്. കേൾക്കുക, ഒരു ദൂത് കൂടെ പറയാൻ എനിക്ക് നിയോഗമുണ്ട്. എന്താ ദൂത്? ആമേൻ. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു വെളിപ്പാട് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്, എനിക്കും സന്തോഷമാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു വെളിപ്പാട് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഇന്നടത്തുനിന്ന് വന്ന പാസ്റ്റർ നല്ല വെളിപ്പാട് പറയുന്ന ഒരാളാണ്, അദ്ദേഹത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ A മുതൽ Z വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി തരും എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് ഒരു അഭിപ്രായം പറയും. എന്നാൽ കേൾക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു വെളിപ്പാട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അഭിനന്ദിക്കും, വേണമെങ്കിൽ 10 മീറ്റിംഗ് തരും, നിങ്ങൾക്ക് പരിചയമുള്ളവരോടെല്ലാം എന്നെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തും. ഇത് മാത്രമല്ലാതെ ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ വെളിപ്പാട് കൊണ്ട് വേറെ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. എന്നാൽ കേൾക്ക്, എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് ഒരു വെളിപ്പാടുണ്ടെങ്കിൽ അത് 10 മീറ്റിംഗ് കൊണ്ട് നിൽക്കുന്നതല്ല, 10 പേരുമായുള്ള പരിചയങ്ങൾ കൊണ്ട് നിൽക്കുന്നതല്ല. എത്ര പേർ ആമേൻ പറയാൻ തയ്യാറാകോ? ഞാൻ ഈ 2015 പ്രാരംഭ മാസത്തിൽ ഉപവസിക്കുന്ന ദൈവസഭയെ നോക്കി ഒരു ദൂത് പറയാൻ പോകുകയാണ്. നമുക്ക് നന്മയെക്കുറിച്ചുള്ള വെളിപ്പാടിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് അകത്തളത്തിൽ വ്യാപരിക്കപ്പെട്ടാൽ നിന്റെ നിലവാരങ്ങളിൽ മുഴുവൻ മാറ്റം തന്ന ചലനാത്മകമായ വിടുതലുകളെ പകർന്ന് ദേശത്തു നിന്നെ മാനിപ്പാൻ ഈ ദൈവം ശക്തനാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ അക്കരമൊന്നുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഞാൻ ഒന്നുകൂടെ പറയാം. അവൻ 2 വിധ വെളിപ്പാടുകൾ, 2 വിധ ദൈവിക ഇടപെടലുകൾ. അവൻ ഒന്ന്, ഒരു ദൈവദാസന്റെ പ്രാർത്ഥനയാൽ വെളിപ്പെട്ടു വരുന്ന വെളിപ്പാടുകൾ. അത് വിശ്വാസികളിൽ ആത്മീയ വർധനവ് വരുത്തിയെന്ന് വരാം, ദൈവത്തോട് അടുപ്പിച്ചെന്ന് വരാം. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഒരുവൻ്റെ അകത്ത് കത്തിയാൽ അവനെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല.
എത്ര പേർ ഗ്ലോറി പറയാൻ തയ്യാറാകും? ആമേൻ. മോറിയായുടെ മല കയറുന്ന അബ്രഹാം ആമേൻ ചോദ്യം ചോദിച്ച മകനോട് തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അപ്പാ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, ഹോമയാഗത്തിലുള്ള മൃഗം എവിടെ എന്ന് ചോദിക്കുമ്പോൾ മകനെ നോക്കിക്കൊള്ളുമെന്ന് സധൈര്യം പറയാൻ ആമേൻ കേൾക്കുക. 100-ാമത്തെ വയസ്സിൽ കിട്ടിയ മകൻ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് വളരെ സ്നേഹിച്ചു കൊണ്ട് നടന്ന മകനെ ഹോമയാഗത്തിന് മോറിയായുടെ മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മകന്റെ ചോദ്യം തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ഹോമയാഗത്തിലുള്ള മൃഗമെവിടെ എന്ന ചോദ്യത്തിന് അബ്രഹാം കൊടുത്തൊരു മറുപടിയുണ്ട്. മകനെ യഹോവ നോക്കിക്കൊള്ളും. ഞാൻ ആ അബ്രഹാമിനോടൊരു ചോദ്യം ചോദിക്കുന്നു. അബ്രഹാമേ, നിനക്കെങ്ങനാണ് നിന്റെ ഈ മകനെ നോക്കി, നീ ഈ മകനെ യാഗമാക്കാൻ പോകുകയാണ്, ഈ മകനെ നോക്കി യഹോവ നോക്കിക്കൊള്ളുമെന്ന് പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യമുണ്ടായത്? അവൻ തിരിച്ചു പറയും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് പകലിൽ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ആമേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഈ മകനെ യാഗമാക്കിയാൽ ആ ചാരത്തിനകത്തു നിന്ന് എൻ്റെ ഇസ്ഹാക്കിനെ തിരിച്ചു തരാൻ കഴിയുന്ന കരുത്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച്, പ്രത്യാശയുടെ ആഴം വർദ്ധിപ്പിച്ച്, ദൈവിക വെളിപ്പാടുകളുടെ ആഴം വർദ്ധിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കൃപ ലഭിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അധരങ്ങൾ നിങ്ങൾ അടയ്ക്കരുത്. ഈ പകലിൽ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. ആമേ, ശരീരം മുഴുവൻ വ്രണതുല്യനായി ആമേ തൻ്റെ ശരീരത്തെ അരിക്കുന്ന പുഴുവിനെ നോക്കി ബാക്കി കൂടെ അരിച്ചു തീർക്ക് എന്ന് പറയത്തക്ക നിലയിൽ ഇയ്യോബേ, നിനക്ക് എങ്ങനെയാണ് ഈ ധൈര്യം വന്നത്? ആമേ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് 10 മക്കളുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ഇയ്യോബേ, നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? അവൻ പറയും, എൻ്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്നെനിക്കറിയാം. എൻ്റെ ശരീരം ഇങ്ങനെ ജീർണിച്ചാലും ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ഇന്ന് പകലിൽ ഈ ദൂത് മുന്നോട്ട് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു യാഥാർത്ഥ്യം ഞാൻ ചോദിക്കട്ടെ. ദൈവത്തെക്കുറിച്ച് ആഴമായ വെളിപ്പാട് പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരമുയർത്തി ഹല്ലേലൂയ പറയണം. എൻ്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമാണ്. അവൻ ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നവനാണ്, വഴിയിൽ എൻ്റെ കുറവ് തീർക്കുന്നവനാണ്, അവൻ എൻ്റെ ദീപത്തെ കത്തിക്കുന്നവനാണ്, അവൻ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നവനാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽ ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ അകത്തരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ മടിക്കരുത്. ഈ പകലിലും അസാധാരണമായ ദൈവപ്രവർത്തികൾ, അസാധാരണമായ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. യോവേൽ തന്റെ പ്രവചനത്തിൽ പ്രവചിക്കുന്നു, ദൈവജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുന്ന 5 വിധ ദൈവിക പ്രത്യക്ഷതകൾ. കേൾക്കൂ, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഏറിയ പങ്കും പ്രവചനങ്ങളാണ്. ദൈവം നേരിട്ട് പ്രവചിച്ച പ്രവചനത്തോടുകൂടെ വേദപുസ്തകത്തിലെ പ്രവചനം ആരംഭിക്കുന്നു. ഉൽപ്പത്തി 3:15 കാമേൻ ഏദൻ തോട്ടത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ആദാമ്യ കുടുംബം ഏദൻ തോട്ടം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ മ്ലാനത കണ്ട് ദൈവം പറഞ്ഞു, സാരമില്ല അബ്രഹാമേ, സ്ത്രീയുടെ സന്തതി വരും, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും, ആമേൻ, അവൻ അവൻ്റെ കുതികാൽ കടിക്കും. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ വാക്നാമേൻ നാവിൽ നിന്ന് വെളിപ്പെട്ടു വന്ന പ്രവചനത്തോടുകൂടെ ആമേൻ ബൈബിളിലെ പ്രവചനങ്ങൾ ആരംഭിക്കപ്പെടുന്നു. ബൈബിളിലെ പ്രവചനങ്ങളിൽ ഏറിയ പങ്കും, പഴയ നിയമത്തിൽ പ്രവചന ഭാഗങ്ങളിൽ ഏറിയ പങ്കും യെശയ്യാവ് മുതൽ മലാക്കി വരെ ആത്മാവിൽ പ്രവചിക്കപ്പെട്ട് കിടക്കുമ്പോൾ പ്രവാചകന്മാരെ 2 തരത്തിൽ പഠിതാക്കൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് വലിയ പ്രവാചകന്മാർ, 2 ചെറിയ പ്രവാചകന്മാർ. എത്ര പേർ ആമേൻ പറയാൻ തയ്യാറാകും? ഞാൻ ബൈബിളിൽ തപ്പി തടഞ്ഞു നോക്കി, എവിടെയെങ്കിലും വലുതും ചെറുതും ദൈവം തിരിച്ചിട്ടുണ്ടോ? ഒരാമേൻ പറ.
ഹല്ലേലൂയ. വലിയ പ്രവാചകനായ യെശയ്യാവെന്നും ചെറിയ പ്രവാചകനായ യോവേലെന്നും ദൈവം എവിടെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആകമാനം നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എങ്ങും അങ്ങനെ തരം തിരിച്ചു വിളിച്ചിട്ടില്ല. എൻ്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഹല്ലേലൂയ. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ആമേൻ ഇവിടുത്തെ ദൈവത്തിന് മുഖപക്ഷമുള്ളതുപോലെ തോന്നുക. എൻ്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരു ആമേൻ പറ. നിലത്തു വീഴുന്ന 2 കാശ് വിലയുള്ള കുരികിലിനെ അറിയുന്നവനാണ് ദൈവമെങ്കിൽ, ആമേൻ വിധവ ഇട്ട 2 കാശ്, വിധവ ഭണ്ഡാരത്തിലിട്ട 2 കാശിട്ട വിധവയെ അറിയുന്നവനാണ് ദൈവമെങ്കിൽ, ആമേ തലയിലെ ഒരു മുടി താഴെ വീണാൽ അത് അറിയുന്നവനാണ് ദൈവമെങ്കിൽ, എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രൻ കുപ്പയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരോട് കൂടെ, ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്നവനാണ് ദൈവമെങ്കിൽ, ഇന്നു പകൽ നാം മാമേ സ്തോത്രം ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരുവനെ താഴ്ത്തുകയും വേറൊരുവനെ ഉയർത്തുകയും ചെയ്യാൻ കരുത്തുള്ളവനാണ് ദൈവമെങ്കിൽ, ഇന്നു പകൽ ഒരു പ്രവചന ദൂത് പറയാൻ ഞാൻ നിയോഗിക്കപ്പെടുകയാ. 2014 നീ എവിടെയൊക്കെയോ തടയപ്പെട്ടിട്ടുണ്ട്, താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട ദൈവ കുഞ്ഞേ. നിനക്ക് വേണ്ടിയുള്ള ദൈവിക വിടുതലുകളുടെ കര വേഗത്തിൽ നീട്ടപ്പെടുന്ന കാലങ്ങളെടുത്തു. ഇനിയും എൻ്റെ മേലൊരു ദൈവപ്രവൃത്തിയില്ലേ? ഇനിയും എനിക്ക് വേണ്ടി ഒരു ദൈവിക ഇടപെടലില്ലേ എന്ന് ചോദിച്ചാകുലപ്പെടുന്നവരോട് ഇന്ന് പകൽ ആത്മാവ് ദൂത ഇടപെടുകയാ. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇടപെടലുകളുടെ സമയം അടുത്തു വരുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആദരങ്ങളെ ചലിപ്പിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ആമേൻ. ചെറുതും വലുതും തിരിക്കുന്നത് മനുഷ്യൻ തന്നെയാ. മനുഷ്യന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എത്ര പേർ ആമേൻ പറയണം? എന്നാൽ ദൈവത്തിന് ക്ലാസിഫിക്കേഷൻസ് ഇല്ല. ചെറുതും വലുതും തിരിക്കുന്നവൻ മനുഷ്യനാണ്. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ കളറ് നോക്കി, കഴിവ് നോക്കി, പണമഹിമ നോക്കി ചെറുതും വലുതും തിരിക്കും. എന്നാൽ എൻ്റെ ദൈവം ഹൃദയങ്ങളെ നോക്കി തൻ്റെ കൃപ പകരുന്നവനാണ്. ഹല്ലേലൂയ. എവിടെയെങ്കിലും നീ ചെറുതെന്ന് ആരെങ്കിലും നോക്കി നിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദൂത് പറയാൻ ഞാൻ നിയോഗിക്കപ്പെടുകയാ. നായകനായ ചെറിയ ബെന്യാമീൻ എന്ന് ബൈബിളിൽ പറയുമ്പോൾ ചെറിയവനെ നായകനാക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. ദൈവമായ യഹോവ അത് ശീഘ്രമായി നിർവഹിക്കും. ഒരു ദൂതിന് ആമേൻ പറയണം. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതി തീരും. ദൈവമായ യഹോവ അത് ശീഘ്രമായി നിവർത്തിക്കും. ആരോടോ ഉള്ള ദൈവത്തിന്റെ സന്ദേശമാണ് ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുന്നതെന്ന് എനിക്കറിയാം. കുറഞ്ഞവനെ 1000-ആക്കി ചെറിയവനെ മഹാജാതിയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം കുഞ്ഞെ നിനക്ക് വേണ്ടി ചലിക്കപ്പെട്ടാൽ ഇന്നത്തെ നിന്റെ എല്ലാ തകർച്ചകൾക്കും ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞാൽ അതിന് സ്തോത്രം ചെയ്യാൻ കൃപയുള്ളവർ ആ 2 കരവും ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. സ്തോത്രം. ചെറുതും വലുതും തിരിക്കുന്നത് മനുഷ്യനാണ്. യെശയ്യാവ് 66 അധ്യായങ്ങൾ പ്രവചിച്ചപ്പോൾ അവൻ വലിയ പ്രവാചകനായി. എന്നാൽ യോവേൽ അടക്കമുള്ളവർ ചെറിയ ചെറിയ പ്രവചനങ്ങൾ നടത്തിയപ്പോൾ അവർ ചെറിയ പ്രവാചകന്മാരായി. ഇത് മനുഷ്യൻ തിരിച്ചതാണ്. എന്നാൽ ദൈവത്തിന് മുമ്പിൽ ഇവർക്കെല്ലാം ഉള്ളത് ഒരേ ഗ്രേഡാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച ഉപമയ്ക്കകത്ത് ഒരു യജമാനൻ ദൂരേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ദാസന്മാരെ വിളിച്ച് ഒരുവൻ 5-ഉം ഒരുവന് 2-ഉം ഒരുവൻ 1-ഉം താലന്തുകൾ കൊടുത്തു. എന്നാൽ സമയങ്ങൾ മുന്നോട്ട് പോയി. യജമാനൻ തിരിച്ചു വന്ന് കൊടുത്ത താലന്തുകൾ തിരികെ മേടിക്കുമ്പോൾ 5 കൊടുത്തവൻ 5 കൂടെ നേടി, 2 കൊടുത്തവൻ 2 കൂടെ നേടി. ഇവരെ 2 പേരെയും അഭിസംബോധന ചെയ്ത് യജമാനൻ സംസാരിക്കുന്ന ഇതാണ്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അധികത്തിൽ വിചാരകനാകുക. എത്ര പേർ ആമേൻ പറയൂ? ആമേൻ. 5 നേടിയവനോടും 2 നേടിയവനോടും ആമേൻ ഒറ്റ വാക്കാണ് പറയുന്നത്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അധികത്തിൽ വിചാരകനാകുക. ഞാനൊരു യാഥാർത്ഥ്യം പറയാൻ പോകുക. വേദിയിൽ നിൽക്കുന്നവർ മാത്രമല്ല വലിയവർ, പ്രാർത്ഥനയ്ക്ക് മുറിയിൽ മുട്ടുമടക്കുന്ന നീയും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയതാണ്. കൺവെൻഷൻ വേദിയിൽ മൈക്ക് പിടിച്ചു നിൽക്കുന്നവർ മാത്രമല്ല വലിയവർ, ട്രാക്ട് കൊടുത്തു നടക്കുന്നവരും ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവരാണ്.
തിരിച്ചറിയാൻ പറ്റുന്നവർ ആ കരമൊന്ന് ഉയർത്തിയൊരു ആമേൻ പറയണം. ആമേൻ. ഒരു ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസൻ താൻ എവിടെ പ്രസംഗിച്ചാലും ശക്തമായി ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ആമേൻ. താൻ പ്രസംഗിക്കുന്ന ഇടത്ത് രോഗികൾ സൗഖ്യമാകും. ഒരിക്കൽ താൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, ദൈവമേ, എൻ്റെ ഏത് ഗുണം കണ്ടിട്ടാണ് നീ എന്നെ ഇങ്ങനൊക്കെ ഉപയോഗിക്കുന്നത്? ഉടനെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒട്ടും വെയിറ്റ് ചെയ്യാതെ നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുക. വീട്ടിൽ തിരിച്ചു ചെന്നിട്ട് നിന്റെ വീടിൻ്റെ സ്റ്റോർ റൂം ഒന്ന് തുറന്നു നോക്കുക. അവിടെ ചെല്ലുമ്പോൾ നിന്നെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ അറിയാം. ഈ ദൈവഭൃത്യൻ തിരിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ വീടിൻ്റെ സ്റ്റോർ റൂം തുറന്നു നോക്കി. അവിടെ തുറന്നു നോക്കുമ്പോൾ തൻ്റെ വീട്ടിലെ വേലക്കാരി ആ സ്റ്റോർ റൂമിൻ്റെ അകത്ത് പാവിരിച്ചിരുന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ യജമാനൻ പ്രസംഗത്തിന് പോയിട്ടുണ്ട്, നീ അവനെ ശക്തമായി ഉപയോഗിക്കണമേ. മനസ്സിലാകുന്നില്ല. ആമെ. പ്രസംഗിക്കുന്നവരെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുമെന്നുണ്ടെങ്കിൽ ആമേൻ, നിന്നെ ഏൽപ്പിച്ച ചെറുതോ വലുതോ ഏത് ശുശ്രൂഷകളെയും അംഗീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽ ആരോടോ ദൈവാത്മാ പറയുന്നു, നിന്നെ ഏൽപ്പിച്ച ചെറിയ പ്രാർത്ഥനാ ജീവിതമുണ്ടല്ലോ, നിന്നെ ഏൽപ്പിച്ച ചെറിയ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷന്റെ മിനിസ്ട്രി ഇല്ലേ, നിന്നെ ഏൽപ്പിച്ച പരസ്യയോഗത്തിന്റെ മിനിസ്ട്രി ഇല്ലേ, അതെല്ലാം ദൈവം ഒരുപോലെ അംഗീകരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ മിണ്ടുന്നില്ല. ആമേൻ. നിങ്ങളുടെ പ്രതികരണത്തിന് എവിടെയോ കുറവ് വന്നതുപോലെ തോന്നുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയാൻ പോകുകയാ, നീ ചെറുതിനകത്ത് വിശ്വസ്തനാണോ? വലുതിനകത്തേക്ക് കയറ്റാൻ ഈ ദൈവം. ഓ ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാൻ നിയോഗിക്കപ്പെടുകയാ. രണ്ടുപേരെ തൻ്റെ അടുക്കൽ കിട്ടിയപ്പോൾ രണ്ടുപേരുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ധൈര്യം കാണിച്ച യോസേപ്പിനെയാണ് ഫറവോന്റെ കൊട്ടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ദൈവം കയറ്റിയതെങ്കിൽ, ഓ ഷൈദാരകൽമന, ഇന്നു പകൽ ആരോടോ പരിശുദ്ധയാത്മാവ് ദൂത് പറയുന്നു, നിന്റെ ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കയറ്റി നിർത്താൻ പോകുകയാ. നിന്റെ ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കയറ്റി നിർത്താൻ പോകുകയാ. അവൻ നിന്നെ ഡീപ്രമോട്ട് ചെയ്യുന്ന ദൈവമല്ല, അവൻ നിന്നെ പ്രമോട്ട് ചെയ്യുന്ന ദൈവമാണ്. തിരിച്ചറിയുന്നവർ മാത്രം ആ കരം തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ധൈര്യമുണ്ട് പറഞ്ഞു. ഹല്ലേലൂയ. എനിക്കറിയാം ഈ പ്രാരംഭ സമയം തന്നെ ദൈവം ചിലതിന്റെ കൈ പിടിച്ച് ഉയർത്താൻ താല്പര്യപ്പെടുകയാ. അവൻ പ്രമോഷന്റെ ദൈവമല്ല, അവൻ പ്രമോഷൻ നൽകുന്ന ദൈവമാണ്. 2015 നിന്റെ ശുശ്രൂഷകളുടെ തലങ്ങളിൽ വലിയ വ്യത്യാസങ്ങളെ വരുത്തി. 2015 നിന്റെ മിനിസ്ട്രിയുടെ തലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തി. ദൈവം നിന്നെ ആദരിച്ച് അനുഗ്രഹിക്കുന്ന വർഷമത്രേ. തിരിച്ചറിയുന്നവർ ആ കരം തട്ടി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. യെശയ്യാവ് 66 അധ്യായങ്ങൾ പ്രവചിച്ചു. യോവേലൊക്കെ ചുരുക്കം അധ്യായങ്ങൾ പ്രവചിച്ചു. പ്രവചനത്തിൻ്റെ വലിപ്പം നിമിത്തം ആളുകൾ വലുതും ചെറുതും തിരിച്ചു. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാം. ആമേൻ. പെന്തക്കോസ്ത് നാളിൽ ആമേൻ മർക്കോസിൻ്റെ മാളിമുറിയിൽ ആമേൻ വെളിപ്പെട്ടു വന്ന ആത്മവ്യാപാരത്തെക്കുറിച്ച് ആമേൻ ചോദ്യം ചെയ്തവർക്ക് മറുപടി നൽകാൻ പത്രോസ് പ്രസംഗം കോട്ട് ചെയ്തത് യെശയ്യാവിൽ നിന്നല്ല. ഒരു നല്ല ഗ്ലോറി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ പറയാ. പെന്തക്കോസ്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണാനും ഉണ്ടായിരുന്നു, കേൾക്കാനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരനാണ്, പെന്തക്കോസ്തുകാരിയാണ് എന്ന് പറയുന്നെങ്കിൽ കാണാനും കേൾക്കാനും ഉള്ളത് ജീവിതത്തിൽ കാണണം. ആമേൻ. എത്ര പേർക്ക് ഗ്ലോറി പറയാൻ പറ്റുന്നുണ്ട്? ഈ കഴിഞ്ഞിടയ്ക്ക് ആരോ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാ. ബ്രദറൻ സഭകളിൽ പെന്തക്കോസുകാരെ ആരും അംഗീകരിക്കത്തില്ല, പെന്തക്കോസുകാരെ ബ്രദറൻ സഭകളിൽ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞ് തുള്ളിച്ചാടി ആരാധിക്കുന്ന ഒരു വ്യക്തി ആമേൻ ബ്രദറൻ ഹോളിൽ ചെന്നാൽ അതോടുകൂടെ അവൻ്റെ ആരാധന അവർ നിർത്തിക്കളയും. എന്നാൽ ബ്രദറൻ ഹോളിൽ പെന്തക്കോസുകാരെ അനുവദിക്കില്ല. പക്ഷേ ഇന്ന് പല പെന്തക്കോസ്തു ഹോളിലും ബ്രദറുകാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ല?
പ്രൈസ് ദി ലോർഡ്. പല പെന്തക്കോസ്തുകളിലും ബ്രദറുകാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ അന്യഭാഷ ലെവലേശം പ്രാപിക്കാത്തവർ, കൃപാവരങ്ങൾ ഏറ്റെടുക്കാത്തവർ, ആത്മാവിൽ ചലിക്കാത്തവർ. എത്ര പേർ ആമേൻ പറയോ? ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇതിനകത്ത് ചലിക്കുന്ന കുറെ ദൈവമക്കളെ കാണുമ്പോൾ പ്രസംഗിക്കാൻ എൻ്റെ അന്തരംഗത്തിൽ ശക്തി ആമേൻ ആമേൻ വ്യാപരിക്കപ്പെടുകയാ. ദൈവത്തെ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ആരാധിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് പകൽ നിങ്ങൾ അഭിമാനത്തോടെ ആ കരം തട്ടി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുക. ഉടാരകൽമനാദിയ അർത്ഥാരകനാജകന ധൂമകമനാദിയ വേദകരകൽമന. ആമേൻ ആമേൻ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരു അല്പസമയം അതരങ്ങളെ തുറന്ന് ആരാധിക്കണം. പെന്തക്കോസ്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണാനുമുണ്ടായിരുന്നു, കേൾക്കാനുമുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. ശരിക്കും ആത്മവ്യാപാരം വെളിപ്പെട്ടാൽ ഏത് കൂട്ടായ്മയിൽ രണ്ടു പക്ഷം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരാമേൻ പറയണം. ഞാനൊരു പൊതു ശുശ്രൂഷകനായ മതി പറഞ്ഞ് ആരാധിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ചിലരിങ്ങനെ വല്ലാതെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അമ്മേൻ. ചില ആളുകൾ ദൈവവചനം കേട്ട് മതി മറന്നൊന്ന് ആരാധിക്കുമ്പോൾ ചിലരിങ്ങനെ നോക്കുന്നത് കാണുമ്പോഴേ ഞങ്ങൾക്ക് പേടി തോന്നുക. ഒരു ആമേൻ പറ. ആമേൻ. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. ഇവിടെ ആരെയും റഫറി പണി ഏൽപ്പിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരാധന നിയന്ത്രിക്കാനോ ആരാധനയ്ക്ക് റബറിയാകാനോ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവാണെന്ന് ബോധ്യമുള്ളവർ ദൈവപ്രവൃത്തിയുടെയും ദൈവസഭയുടെയും ആത്മീയതയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവാണെന്ന് ബോധ്യമുള്ളവർ കരം തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അർത്ഥാരകൽമന. ഈ പകലിലും ഒരു ജയം ദൈവം നമ്മുടെ മേൽ പകരുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത് ആത്മശക്തി വ്യാപരിച്ചപ്പോൾ കാണാനും കേൾക്കാനുമുള്ളത് അതിനകത്ത് നടന്നു. ആമേ. കാണാനും കേൾക്കാനും മുതൽ വെളിപ്പെട്ടപ്പോൾ രണ്ടായിട്ട് ആ ഗ്രൂപ്പ് നിറഞ്ഞു, രണ്ടായിട്ട് ആ ഗ്രൂപ്പ് മാറി. ഒരു ഗ്രൂപ്പ് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു ഇത് വീഞ്ഞു കുടിച്ചിട്ട് നടത്തുന്ന പരിപാടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, വീഞ്ഞു കുടിച്ചാലും മത്തനാകാം, ആത്മാവിൽ നിറഞ്ഞാലും കിക്കടിക്കാം. മിണ്ടുന്നില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർമടപ്പ് വരും. എന്നാൽ ആത്മാവ് നിറഞ്ഞാൽ സങ്കീർത്തനം വരും. ഒരു നല്ല ഗ്ലോറി പറയുന്നില്ല ഇതിനകത്ത്. ഹല്ലേലൂയ. വീഞ്ഞു കുടിച്ചാൽ മത്തനാകും, അതിനാൽ ദുർനടപ്പ് വരും. എന്നാൽ ആത്മാവ് നിറഞ്ഞാൽ, സ്തോത്രം, ആത്മാവ് നിറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ വരും, സ്തുതികൾ വരും, ആത്മീയ ഗീതങ്ങൾ വരും. ഓ ശൈതാരകൽമന. ആത്മാവിൽ നിറഞ്ഞാൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഹൃദയത്തിൽ പാടിയും ആമേൻ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരനുഭവം. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കൾ ആ രണ്ട് കരവും ഉയർത്തി ഒരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. രണ്ട് ഗ്രൂപ്പായി. ഒരു ഗ്രൂപ്പ് പറഞ്ഞത് ദൈവത്തിൻ്റെ വൻകാര്യമാ, മറ്റേ ഗ്രൂപ്പ് പറഞ്ഞത് വീഞ്ഞു കുടിച്ചതിൻ്റെയാ. സ്തോത്രം. എന്നാൽ ഇത് കേട്ടപ്പോൾ പത്രോസ് അങ്ങോട്ട് ആത്മനിയോഗത്തോടെ 11 പേരോടുകൂടെ എഴുന്നേറ്റ് ഒരു ആമേൻ പറയാമോ? സ്തോത്രം. ശുശ്രൂഷകൾക്ക് സപ്പോർട്ടാകുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഉപയോഗിക്കപ്പെടുന്നവർക്ക് കൈത്താങ്ങലാകുന്നത് തന്നെ ഒരു അനുഗ്രഹം. എത്ര പേർ ആമേൻ? നിനക്ക് പ്രസംഗിക്കാൻ കഴിവില്ലെങ്കിലും പ്രസംഗിക്കുന്നവർക്ക് വേദി ഒരുക്കുന്നത് നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. ഓ നല്ല ഗ്ലോറി പറയാൻ തയ്യാറാകുന്നേ. ഷൈദാ രഗൽമന. ഞാൻ പറയാം, എൻ്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല ഞാൻ ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും ഉള്ളത് കൊണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമുയർത്തി ഒരു ആമേൻ പറയണം. ഞാൻ വളരെ വ്യക്തതയോടെ പറയും, നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മളെ സഹായിച്ച കരങ്ങളെ, നമ്മെ ആമേൻ ഉൾക്കൊണ്ടവരെ, നമ്മളെ കൈത്താങ്ങിയവരെ, നമുക്ക് ആത്മീയ കൈത്താങ്ങൽ തന്നവരെ, ഭൗതിക കേൾപ്പ് തന്നവരെ അവൻ ഒരിക്കലും മറന്നു കളയരുത്.
സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്നും എൻ്റെ മൊബൈലിനകത്ത് എൻ്റെ പഴയ സ്നേഹിതരെ ഞാൻ അവരുടെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഒരു ആമേൻ പറയാമോ? വേദികൾ വർദ്ധിക്കുമ്പോൾ, ശുശ്രൂഷകൾ ഉയരുമ്പോൾ പഴയ ആളുകളെ ഡിലീറ്റ് ചെയ്യുന്നതല്ല ആത്മീകന്റെ ലക്ഷണം. ഒരു ആമേൻ, ആമേൻ, ആമേൻ. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് ഒരു വലിയ മുടക്കത്തിൽ എത്തിച്ചത് ദൈവമാണെങ്കിൽ ആ ചെറിയ തുടക്കത്തിന് കാരണമായി മുട്ടയെ നിന്ന ഏലിയാവിനെ മറക്കരുത്. നിങ്ങളെ നടത്തിയവരെ ഓർക്കുക. എത്ര പേര് ആമേൻ പറയോ? നിങ്ങളെ നടത്തിയവരെ ഓർക്കുക. തിരിച്ചറിയുന്നവർ ആമേൻ പറയണം ഈ പകലിൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്ക്, പത്രോസ് ആത്മാവിൽ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നു. തൻ്റെ പ്രസംഗം തുടങ്ങി. തൻ്റെ പ്രസംഗത്തിൽ താൻ പ്രധാന പ്രമേയമാക്കിയത് വ്യാപരിക്കപ്പെടുന്ന ആത്മശക്തി എന്താണെന്ന് വെളിപ്പെടുത്താൻ. തൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന പ്രമേയത്തിനകത്ത് താൻ ആത്മശക്തിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവൻ കോട്ട് ചെയ്തത് യോവേൽ പ്രവചനത്തിൽ നിന്ന്. ആമേൻ. യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രീ പുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ പ്രായമുള്ളവർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആ നാളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവചിച്ചിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാൻ പോകുകയാ. യോവേൽ പ്രവചിച്ചിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആ പ്രവചനം നിറവേറിയത്. ഒരു ആമേൻ പറയാമോ? എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്നു പകൽ പറയുന്നു, നീ കേട്ട പ്രവചനങ്ങൾ, നിന്നോട് പ്രവചിച്ചവർ മരിച്ചാലും പ്രവചനം മരിക്കത്തില്ല. മിണ്ടുന്നില്ല. 2014 പലതും നടന്നില്ലല്ലോ എന്നോർത്ത് നീ ആകുലപ്പെടരുത്. ദൈവം പറയുന്നു, പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, നിന്നോട് ദൂത് പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞവൻ ദൈവമാണെങ്കിൽ അത് ദൈവം നിവർത്തിക്കാതിരിക്കുകയില്ല. വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ അവൻ മാറാത്തവനാണ്. ഈ പകലിൽ ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. നീ കേട്ട പ്രവചനങ്ങളെ അക്കമിട്ട് നിറവേറ്റാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നിന്റെ കുടുംബത്തോടുള്ള പ്രവചനങ്ങൾ, നിന്റെ തലമുറയോടുള്ള പ്രവചനങ്ങൾ, നിന്റെ സഭയോടുള്ള പ്രവചനങ്ങൾ, നിന്റെ മിനിസ്ട്രിയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അത് അക്കമിട്ട് നിറവേറ്റാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഈ പകലിൽ നാം ആരാധിക്കുന്നത്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കരമൊന്നുയർത്തി ആമേൻ പറയട്ടെ. ഹല്ലേലൂയ. ധൈര്യമുണ്ടെങ്കിൽ വായു തുറന്ന് പറ, ഞാൻ കേട്ട പ്രവചനങ്ങൾ നിറവേറും. ഞാൻ കേട്ട പ്രവചനങ്ങൾ നിറവേറും. മിണ്ടുന്നില്ലല്ലോ. ചിലർക്കൊരു സംശയം പോലെ. ഹല്ലേലൂയ. പറഞ്ഞവൻ ദൈവമാണോ? പറഞ്ഞവൻ ദൈവമാണോ? അത് നിറവേറ്റാൻ ദൈവം ശക്തനാ. എത്ര പേർക്ക് കരമുയർത്തി ഒരു ആമേൻ പറയാൻ? നീ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇന്നലകളിൽ ദൈവം പറഞ്ഞ പ്രവചനങ്ങളുടെ നിറവേറലുകളാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നോട് പറയാൻ പറയുന്നു, 2015 ഞാൻ എൻ്റെ ജനത്തെ അത്ഭുതങ്ങൾ കാണിക്കും. ഹല്ലേലൂയ. എന്തോ അതൊരു പ്രവചന ദൂത് പോലെ പറയാൻ എനിക്കൊരു നിയോഗം വരുന്നു. 2015 അത്ഭുതങ്ങളെ കാണിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഓ ഹല്ലേലൂയ. അവൻ നിന്റെ കുടുംബത്തെ അത്ഭുതങ്ങൾ കാണിക്കും. നിന്റെ തലമുറകളെ അവൻ അത്ഭുതങ്ങൾ കാണിക്കും. ഓ ഹല്ലേലൂയ. നിന്റെ സഭയെ അവൻ അത്ഭുതങ്ങൾ കാണിക്കും. തിരിച്ചറിയുന്നവരെ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കൂ, യോവേൽ പ്രവചിച്ചു മരിച്ചെങ്കിലും യോവേലിൻ്റെ പ്രവചനങ്ങൾ മരിച്ചില്ല. സ്തോത്രം. യെശയ്യാവ് 66 അധ്യായങ്ങൾ പ്രവചിച്ചപ്പോൾ ഞാൻ ദൈവത്തോടൊരു ചെറിയ ചോദ്യം ചോദിച്ചു. ദൈവമേ, യെശയ്യാവിനെ കൊണ്ട് ബാക്കി കൂടെ പ്രവചിച്ചേ പോരെ? വേറൊരു ഇരമ്യാവിനെ എടുക്കണോ? ഒരു എഗസ്കേലിനെ എടുക്കണോ? ഒരു ആമേൻ പറയണം. ഒരു യോവേലിനെ വേണോ? ഒരു ഒബദ്യാവിനെ വേണോ? യെശയ്യാവിനെ കൊണ്ട് മുഴുവനും അങ്ങ് പ്രവചിക്കത്തില്ലേ? മിണ്ടുന്നില്ല. യെശയ്യാവിനെ കൊണ്ട് സകലതും അങ്ങ് പ്രവചിക്കത്തില്ലേ? ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ യെശയ്യാവിനെ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഞാൻ യോവേലിനെ ഉപയോഗിക്കാൻ ശക്തനാണ്.
മിണ്ടുന്നില്ല. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാൻ പോകുകയാ. ദൈവത്തിന് വേണമെങ്കിൽ സകല പ്രവചനങ്ങളും യെശയ്യാവിനെ കൊണ്ട് പ്രവചിപ്പിക്കാം. എന്നാൽ എൻ്റെ ദൈവം മോണോപോളി അനുവദിക്കുന്നവനല്ല. എൻ്റെ ദൈവം കൂട്ടായ്മ അനുവദിക്കുന്നവനാ. മനസ്സിലായില്ല? സഭകളിലോ സമൂഹത്തിലോ ഏകാധിപത്യം അനുവദിക്കുന്നവനല്ല ദൈവം. അവൻ കൂട്ടായ്മയുടെ അംഗീകാരം നൽകുന്നവനാണ് ദൈവം. മനസ്സിലായില്ല? എൻ്റെ ദൈവം കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആദാമിനെയും ഹവ്വയെയും ഒരുമിച്ച് സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിച്ച ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. 12 ശിഷ്യന്മാരെ ഈ രണ്ടായി വേർതിരിച്ച് ശുശ്രൂഷകൾക്ക് അയച്ചവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞ് കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ ദൈവം ഏകാധിപത്യമുള്ളവരെ അംഗീകരിക്കുന്നവനല്ല. എവിടെ കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്നുണ്ടോ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ്. മനസ്സിലാകുന്നവർ കരം തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എവിടൊക്കെ കൂട്ടായ്മയുടെ ബലം വർദ്ധിക്കുന്നുണ്ടോ അവിടെയൊക്കെ ദൈവപ്രവർത്തിയുടെ ആഴം ചലിച്ചിട്ടുണ്ട്. 4 പേര് ഒരു പക്ഷവാത രോഗിയെ ചുമക്കാനുണ്ടോ അവനെ സൗഖ്യമാക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഈ പ്രാരംഭ മാസത്തിൽ ഒരു ദൂത് ഞാനൊന്ന് പറയട്ടെ. കൂട്ടായ്മയുടെ ബലം നിങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവപ്രവർത്തികൾ സഭയ്ക്കകത്ത് വെളിപ്പെടുത്താൻ ദൈവം ശക്തനാണെന്ന് പറഞ്ഞാൽ സ്തോത്രം വരുന്നില്ല. കൂട്ടായ്മയുടെ ശക്തി നിങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിൽ ഒരു ദൂത് പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ഇതുവരെ വെളിപ്പെടാത്ത ദൈവിക ചലനങ്ങൾ നമ്മുടെ കൂട്ടായ്മകളിൽ വെളിപ്പെടുത്താൻ, നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുത്താൻ ഈ ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. യെശയ്യാവിനെ മാത്രമല്ല ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. യോവേലിനെ ഉപയോഗിപ്പാൻ, ഓബദ്യാവിനെ ഉപയോഗിപ്പാൽ, ഈ ദൈവം ശക്തനാണ്. തിരിച്ചറിയുന്നവർ ആമേൻ പറഞ്ഞുകൊള്ളുക. നിനക്കും ഒരു ചാൻസ് തരാൻ, നിനക്കും ഒരു അവസരം തരാൻ, നിനക്കും ഒരു ശുശ്രൂഷ തരാൻ, നിനക്കും ഒരു അഭിഷേകം തരാൻ ഈ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. യെശയ്യാവ് വലിയ പ്രവചനം പ്രവചിച്ചു, പക്ഷെ മൊത്തം അവനെ ഏൽപ്പിക്കില്ല ദൈവം. ആമേൻ. ഒരു യിരെമ്യാവിനെ ദൈവത്തിന് വേണം, ഒരു യെഹെസ്കേലിനെ ദൈവത്തിന് വേണം. മിണ്ടുന്നില്ല. ഒരു യോവേലിനെ ദൈവത്തിന് വേണം. എത്ര പേർ ആമേൻ പറയും? ആമേൻ. ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ദൈവപ്രവർത്തികളല്ല, ഒരു കൂട്ടായ്മയിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ദൈവപ്രവർത്തികൾ ദൈവത്താൽ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന് സ്തോത്രം ചെയ്യാൻ മനസ്സുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? എന്തോ കർത്താവ് ഈ കൂട്ടായ്മയോട് പ്രവചിക്കാൻ എന്നെ നിയോഗിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, കൂട്ടായ്മയുടെ ബലം വർദ്ധിപ്പിച്ചുകൊള്ളുക. ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ശക്തമായ രോഗസൗഖ്യങ്ങൾ ദൈവം ഇതിനകത്ത് വെളിപ്പെടുത്തുമെന്ന് ആത്മാവ് ദൂത് പറയുന്നു. ആമേൻ. 4 പേര് കൂടി ഒരു പക്ഷവാതക്കാരനെ ചുമക്കാനുണ്ടെങ്കിൽ നാട്ടുകാർ കാണെ അവനെ സൗഖ്യമാക്കാൻ ഒരു ദൈവമുണ്ട്. കൂടി ഒരു പക്ഷവാത രോഗിയെ ചുമക്കാനുണ്ടെങ്കിൽ നാട്ടുകാർ കാണെ അവനെ സൗഖ്യമാക്കാൻ ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരെ കരമൊന്നുയർത്തി ആമേൻ പറയട്ടെ. പഴയ നിയമ പ്രവചനങ്ങൾ 3 നാം പഠിക്കുന്നു. 1 പ്രവാസപൂർവ പ്രവചനങ്ങൾ, 2 പ്രവാസ പ്രവചനങ്ങൾ, 3 പ്രവാസാനന്തര പ്രവചനങ്ങൾ. 3 തലത്തിലാണ് പഴയ നിയമ പ്രവചനങ്ങളെ നാം പഠിക്കുന്നത്. അതിൽ BC 800 പ്രവാസപൂർവ പ്രവചനമായി നിൽക്കുന്നൊരു പ്രവചനമാണ് യോവേൽ പ്രവചനം. ഞാൻ അതിലേക്കൊന്ന് കയറുകയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോവേൽ പ്രവചനം പ്രവാസപൂർവ പ്രവചനമാണ്. യോവേലിൻ്റെ പ്രവചനത്തിൻ്റെ ശൈലി ഞാനൊന്ന് തൊടാൻ പോകുകയാണ്. യോവേലിൻ്റെ പ്രവചനത്തിൻ്റെ ശൈലി. പ്രവചനം ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ട് ഇതിനകത്ത്?
ഇന്ന് നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് ഒരു പ്രവചനം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ഏറിയ പങ്കാളുകളും പ്രവചനം ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ പ്രവചനത്തിൻ്റെ ശൈലി പഠിച്ചാൽ പലരും കൈപൊക്കത്തില്ല. സ്തോത്രം. എന്താണ് പ്രവചനം? എന്തിനു വേണ്ടിയാണ് പ്രവചനം? ആമേൻ. നാം എല്ലാം കേൾക്കുന്ന പ്രവചനം എനിക്കറിയാം, വാലല്ല തലയാക്കും. അമേരിക്ക കാണുന്നുണ്ട്. ഒരു ആമേൻ പറഞ്ഞേരെ. പ്രൈസ് ആമേൻ. ആരാധിക്കാതിരിക്കുന്ന അച്ചായന്മാരുടെ അരികിൽ ചെന്നിട്ട് ഫ്ലൈറ്റ് കാണുന്നുണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആമൻ അച്ചായന്മാരുടെ ആരാധന പിടിച്ചു നിർത്തണമെങ്കിൽ പാസ്റ്റർമാർക്ക് പണിപ്പാടാണ്. മനസ്സിലായവർ ആമേൻ പറയണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാനുഷികമായ ഉയർച്ചയുടെ ദൂതുകൾ കേൾക്കുമ്പോൾ ഇളകി ആരാധിക്കാൻ തയ്യാറുള്ളവരാണ് നാം അടക്കമുള്ള എല്ലാ ആളുകളും. സ്തോത്രം. ജീവിതത്തിൽ ഒരു പുരോഗമനം വേണമെന്ന് ഇഷ്ടപ്പെടാത്ത ആരും ഇതിനകത്തില്ല. ഹല്ലേലൂയ. ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി എൻ്റെ ജീവിതത്തിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്തവരാരും ഇതിനകത്തില്ല. മരിക്കുന്നത് വരെ ആഗ്രഹമുണ്ട്. ഒരു ആമേൻ പറഞ്ഞേരെ. ഹല്ലേലൂയ. എന്നാൽ ഭക്തൻ്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് ദൈവം. സ്തോത്രം. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞത് ഭക്തൻ്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാ ദൈവം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പലതും അങ്ങ് ആഗ്രഹിക്കുക. പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട്, ഭക്തൻ്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് ദൈവം. അഥവാ ഭക്തൻ്റെ ആഗ്രഹങ്ങൾ ഭക്തിക്കൊത്ത ആഗ്രഹങ്ങളായിരിക്കും. ആമേൻ. അല്ലാതെ അപ്പുറത്തെ വീട്ടുകാരൻ്റെ പറമ്പ് ആഗ്രഹിച്ച് അതിനകത്ത് പൈസ ഇട്ടിട്ട് വഴിയെ പോകുന്ന വണ്ടി കാണുമ്പോൾ അതും ആഗ്രഹിച്ച് വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് ഒരു ആമേൻ പറ. ഒരു നല്ല മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ ഇന്ന് പലയിടത്തും നടക്കുന്നുണ്ട്. ഒരു ആമേൻ. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക എന്ന് ബൈബിൾ പറയുന്നെങ്കിൽ അതൊന്ന് കരമുയർത്തി സ്വീകരിക്കാൻ മനസ്സുള്ള എത്ര പേര് ഇതിന്? ഹല്ലേലൂയ. ചിലരുടെ മുഖം കണ്ടിട്ടൊരു വല്ലായ്മ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാനും ആ ഒരു തലത്തിലുള്ള പ്രവചനം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവൻ അങ്ങനെ തന്നെ ഇരുന്നോ. പക്ഷേ എനിക്ക് ദൈവം ഏൽപ്പിച്ചൊരു ദൂത് പറയണം. പ്രവചനത്തിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, പ്രവചനത്തിനകത്ത് ഒരു ഉപദേശം ഉണ്ടാകണം. രണ്ട്, പ്രവചനത്തിനകത്ത് ഒരു ആത്മീയ വർധനവുണ്ടാകണം. മൂന്ന്, പ്രവചനത്തിനകത്തൊരു ആശ്വാസം ഉണ്ടാകണം. ഒരു ആമേൻ പറഞ്ഞേര്. ഹല്ലേലൂയ. എന്താ പ്രവചനത്തിനകത്തെ ഉപദേശം ഞാനൊന്ന് പറയാൻ പോകുകയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചൊരു കുസൃതി ചോദ്യമുണ്ട്. പപ്പ, എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ദേശം ഏതാണ്? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കുഞ്ഞുങ്ങൾ തന്നെ പറഞ്ഞു അത് ഉപദേശമാണ്. ഹല്ലേലൂയ. അമേരിക്ക എല്ലാവർക്കും ഇഷ്ടമാണ്, ഗൾഫിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഉപദേശം എന്ന് പറയുന്ന ദേശം എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഉപദേശം. പക്ഷേ പ്രവചനത്തിനകത്തെ പ്രധാന ഭാഗം, അതിനകത്തൊരു ഉപദേശമുണ്ട്. നിങ്ങൾ യേശു കർത്താവിൻ്റെ പ്രവചനം നിങ്ങൾ നോക്കൂ. എഫെസോസ് സഭയോട്, സ്മുർന, പെർഗമോസ്, ഈ ഏത് സഭയിലും കർത്താവ് പ്രവചിക്കുമ്പോൾ ആ പ്രവചനത്തിനകത്തെല്ലാം ഒരു ഉപദേശമുണ്ട്. ഒരു ആമേൻ പറയണം. ഞാൻ പ്രവചനത്തിനകത്തെ ഉപദേശം എന്ന് പറയാൻ പോകുകയാ. ആമേൻ. എന്താ ഉപദേശം? ഒരു ഉദാഹരണം തുടങ്ങുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. ഉപദേശം പറയുന്നു. സ്തോത്രം. ഈ മോനെ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുക്കുക. എൻ്റെ പ്രവചനത്തിനകത്തെ ഉപദേശം ഞാൻ പറയുന്നു, മോനെ, നീ കാലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ദൈവസന്നിധിയിൽ ശരിയല്ല. അതാണേത്? ഉപദേശം. രണ്ട്, നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ വാലല്ല. ഒരു നല്ല ഗ്ലോറി പറ. അപ്പോൾ ഉപദേശം ഏതാണ്? നീ കാലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. നീ പിന്നെ എങ്ങനെ ഇരിക്കണം? മുഴങ്കാലിന്മേലിരിക്കണം. മുഴങ്കാലിന്മേലിരുന്നാൽ വാലല്ല. അവനെ ഞാനൊരു ഉദാഹരണത്തിനെടുത്തതാണ്. അവൻ ഇരിക്കുന്നത് നന്നായിട്ടാണ്. വാലല്ല തലയാക്കും. പക്ഷേ അവൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുഖത്തൊരു വല്ലായ്മ വന്നെന്ന് എനിക്കറിയാം. ഏതാ? ഈ വല്ലായ്മ കാണാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു കാര്യം, ആദ്യത്തെ പാർട്ട് പറയത്തില്ല. ഏതാ? ഉപദേശം പറയത്തില്ല. പിന്നെ ഏത് പറയും? വാലല്ല തലയാകുമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കത് സന്തോഷമാകും. നിങ്ങൾ ആ ദൂതും കേട്ടോണ്ട് വീട്ടിൽ പോകും. വീട്ടിൽ ചെന്നിട്ട് പറയും, ഇന്നൊരു ദൂത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് വരും?
വാലല്ല തലയാകും. ഡേറ്റുകൾ പറഞ്ഞു ദൂത് കേൾക്കും, പക്ഷേ പറയട്ടെ, പറഞ്ഞ ഡേറ്റിലും നടക്കുകയില്ല, പറഞ്ഞ വർഷങ്ങളിലും നടക്കുകയില്ല. അവസാനം ദൂത് കേട്ട നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ആ പാസ്റ്റർ പറഞ്ഞത് തെറ്റായിരുന്നു. ഒരു ആമേൻ പറ. ഹല്ലേലൂയ. നിങ്ങളെ ഉയർത്താൻ ഒരു ദൈവമുണ്ട്, പക്ഷെ അതിന് മുമ്പ് ഒരു ഉപദേശമുണ്ട്. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വളരെ വ്യക്തതയോടെ പറയാ, തമ്പുരാന്റെ ഏത് അനുഗ്രഹത്തിനകത്തും ഒരു കണ്ടീഷനുണ്ട്. ഒരു ആമേൻ. ഓ മിണ്ടുന്നില്ല. കർത്താവിന്റെ ഏത് അനുഗ്രഹത്തിനകത്തും, ഏത് അനുഗ്രഹ മെസ്സേജിനകത്തും ഒരു കണ്ടീഷനുണ്ട്. ഒരു ആമേൻ. അബ്രഹാമേ, നീ 3 കാര്യങ്ങൾ വിട്ടാൽ ഞാൻ 6 കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽ ഉപദേശത്തിനകത്ത് നിന്ന് സ്തോത്രം ചെയ്യാൻ കൃപ ലഭിച്ച ദൈവമക്കളെ 2 കരവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ആമേ. യോവേലിന്റെ പ്രവചനം തുടങ്ങുന്നു. യോവേലിന്റെ പ്രവചനം ഇതാണ്: ഇസ്രായേൽ ജനത്തിന് നേരിട്ട എല്ലാ പ്രതിബന്ധങ്ങളും, അഥവാ അവരുടെ ജീവിതത്തിൽ പച്ചപ്പുകളെല്ലാം പോയി, ജീവിതം വളരെ ഞെരുക്കത്തിലായി, അവരുടെ വീഞ്ഞുപാത്രം ശൂന്യമായി, അവരുടെ ആലയം ശൂന്യമായി, അവരുടെ പാണ്ഡികശാല ശൂന്യമായി, അവരുടെ വയൽ ശൂന്യമായി. അഥവാ ഇസ്രായേൽ ജനത്തിന് നേരിട്ട എല്ലാ പ്രകൃതി ക്ഷോഭങ്ങളും പ്രശ്നങ്ങളും വിരൽ ചൂണ്ടിയിട്ട് യോവേൽ പ്രവചിച്ചു, ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. ഏത്? നിങ്ങളുടെ പാണ്ഡികശാല ശൂന്യമായതിൻ്റെ കാര്യം, നിങ്ങളുടെ വീഞ്ഞുപാത്രം ശൂന്യപ്പെടാൻ കാര്യം, നിങ്ങളുടെ ആലയം ശൂന്യമാകാൻ കാര്യം നിങ്ങൾ തന്നെയാണ്. എത്ര പേര് ആമേൻ? ഞാൻ ചോദിക്കട്ടെ, മുഖത്തോട്ട് നോക്കി ഒരു ദൂതിനൊന്ന് കൈ ചൂണ്ടിയിട്ട്, ബ്രദറെ, ഇത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്, നിന്റെ കുടുംബത്തിൽ ഇത് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ അത് സധൈര്യം സ്വീകരിച്ചു മുട്ടുമടക്കാൻ തയ്യാറുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടാൻ എളുപ്പമാണ്, എന്നാൽ സ്വന്തമായിട്ട് വിരൽ ചൂണ്ടിയിട്ട് കുറവുകളെ കണ്ടുപിടിച്ച് ഒരു പരിഹാരക്രിയ നടത്താൻ ഈ ആണ്ടിൻ്റെ ആരംഭ സമയങ്ങളിൽ ആരുടെ ഹൃദയം അതിനൊരുക്കപ്പെടുമോ അവരെ നോക്കി ഞാൻ പ്രവചിക്കാൻ പോകുകയാണ്. ഈ 2015 ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന വർഷമായിരിക്കും. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ കരമൊന്നുയർത്തി ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, യോവേലിന്റെ പ്രവചനത്തിന്റെ പ്രമേയം നിങ്ങൾ മനസ്സിലാക്കൂ. ഇസ്രായേൽ ജനത്തിന് നേരിട്ട എല്ലാ തകർച്ചകളുടെയും കാരണം അവരാണെന്ന് തന്നെ വരുത്തി. ഒരു ആമേൻ. ആമേൻ. അവരാണെന്ന് തന്നെ വരുത്തി കേൾപ്പിച്ചു. അഥവാ ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സാത്താന് വോട്ട് കിട്ടുന്നത് പെന്തക്കോസ്ത് ഹോളിനകത്താണ്. ഏറ്റവും കൂടുതൽ പിശാചിന് വോട്ട് കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ? പെന്തക്കോസ്ത് ഹോളിനകത്താണ്. കാരണം പെന്തക്കോസ്ത് ഹോളിനകത്ത് ചെറുക്കൻ പരീക്ഷയ്ക്ക് തോറ്റാൽ അമ്മാമ പറയും, പിശാച് തോപ്പിച്ചു. സ്തോത്രം. ഇനി എന്തൊക്കെ വന്നാലും അതിനെല്ലാം പറയുന്നത് ആരുടെ പേരാ? പിശാചിന് മനസ്സിലായി 3 മണിക്കൂറുള്ള സഭായോഗത്തിനകത്ത് യേശുവിൻ്റെ നാമം പറയുന്ന കൂട്ടത്തിൽ പിശാചിന് അതുവരെ അറിയത്തില്ലായിരുന്നു ചെറുക്കനെ തോപ്പിക്കാൻ പുള്ളിക്ക് കഴിവുണ്ടോന്ന്. മനസ്സിലായില്ല. പിശാചിന് അമ്മാമ പറഞ്ഞപ്പം കേട്ടപ്പോഴാണ് മനസ്സിലായി ചെറുക്കനെ തോപ്പിക്കാനും, വണ്ടി ഇടിപ്പിക്കാനും, വീട് പണി മുടക്കാനും, കല്യാണം മുടക്കാനും മിണ്ടാതിരിക്കുന്നു. ഇത്രയും നാൾ പിശാചിന് മനസ്സിലായി ഒരു കഴിവുമില്ലെന്നായിരുന്നു. പക്ഷെ പെന്തക്കോസ്ത് ഹോളിനകത്ത് പുള്ളി കയറിയിട്ട് ഇറങ്ങിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പലതിനും എനിക്ക് മിണ്ടുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോളിംഗ് അവന് കിട്ടുന്നത് പെന്തക്കോസ്ത് ഹോളിനകത്താണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഗാർഡൻ സ്നേഹിക്കായിട്ട് തുടങ്ങിയവൻ വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ മഹാസർപ്പമായി വളർന്നു. ആമേൻ പറ. എന്നാൽ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവ പൈതലേ, ആമേൻ, നീ അധരങ്ങൾ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറായാൽ ഒരു ചെകുത്താനും നിന്റെ തലമുറകളെ തൊടാൻ സാധ്യമല്ല.
ഉടമന രകൽമനാദിയ. നീ കൃപയോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, നീ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, ഒരു അന്ധകാര ശക്തിക്ക് നിന്റെ തലമുറകളെ തൊടുവാൻ സാധ്യമല്ല, നിന്റെ യാത്രകളെ മുടക്കാൻ സാധ്യമല്ല, നിന്റെ വഴികളെ അടയ്ക്കാൻ സാധ്യമല്ല. തിരിച്ചറിയുന്നവരെ കരമൊന്നടിച്ച് ഈ പകലിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ പിശാചിന് വോട്ട് കൊടുക്കാൻ വന്നവരല്ല നമ്മൾ. പറ, അവന്റെ പ്രവർത്തികളെ അഴിക്കാൻ വന്ന യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറകൾക്കെതിരെ, എൻ്റെ മിനിസ്ട്രികൾക്കെതിരെ, എൻ്റെ ഉയർച്ചകൾക്കെതിരെ പിശാച് കെട്ടിപ്പൊക്കുന്ന അവന്റെ എല്ലാ മതിലുകളെയോ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞാൻ തകർത്തു മുന്നേറുകയാ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആദരങ്ങളെ തുറന്നു സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. കേൾക്ക, ചെറുക്കൻ തോക്കാൻ കാരണം അവൻ ചാറ്റിങ് നടത്തി തോറ്റതാ. രാമൻ പറയാമോ? പ്രൈസ്തലോ. രാവിലെ ചെറുക്കൻ ബെഡ്റൂമിൽ നിറങ്ങി വരുമ്പോൾ അവൻ്റെ കണ്ണ് പഴുക്ക പോലിരിക്കുക. പഴുക്ക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. അറിയാമല്ലോ പാസ്റ്ററെ? പഴുക്ക പോലെ ചുമന്നിരിക്കുക. ഇത് കണ്ടപ്പോൾ അമ്മ പറയുന്നു, അയ്യോ എൻ്റെ മോൻ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു, അവൻ്റെ കണ്ണ് കണ്ടോ പഴുക്ക പോലിരിക്കുക. പക്ഷേ കേൾക്ക്, അവൻ രാത്രി മുഴുവൻ പഠിക്കുകയായിരുന്നു. പ്രൈസ്തലോ. എവിടാ? ഇൻ്റർനെറ്റിൻ്റെ മുമ്പിൽ ഒരാമേൻ പറയണം. ഞാൻ താക്കീത് ചെയ്തൊരു ദൂത് പറയാം. തലമുറകൾ നശിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ തലമുറകളുടെ റൂമിനകത്ത് ഇൻ്റർനെറ്റ് കൊടുക്കരുത്. ഒരാമേൻ സ്തോത്രം. ഏതെങ്കിലും ഒരു കോമൺ പ്ലേസിൽ അപ്പനും അമ്മയ്ക്കും വാച്ച് ചെയ്യാൻ കഴിയുന്നിടത്ത് അത് കൊടുത്താൽ നല്ലതാണ്. അമ്മേൻ. അപ്പോൾ മക്കളിരുന്ന് ഊറിച്ചിരിക്കുക, പാസ്റ്ററെ റൂമിനകത്ത് വേണ്ട, ഞങ്ങളുടെ കൈക്കകത്തുണ്ടല്ലോ. മനസ്സിലായില്ല? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ എന്തിനാണ് സ്മാർട്ട് ഫോൺ? രാവിലെ സ്കൂളിൽ പോകും, തിരിച്ച് സ്കൂൾ ബസ്സിൽ തിരിച്ചു വരും. അവൻ എന്തിനാണപ്പാ സ്മാർട്ട് ഫോൺ? ഒരു നല്ല ഗ്ലോറി ഒന്ന് ഉറക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, നവംബർ മാസത്തിലെ മിനിസ്ട്രി അല്ല ജനുവരി മാസത്തിലെ മിനിസ്ട്രി. നവംബറിൽ പ്രാപിക്കാനിരുന്ന കുറേ ആളുകളുടെ ഇടയിലാണ് ഞാൻ ശുശ്രൂഷിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജനുവരിയിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞ ചെത്തുന്നൊരു ശുശ്രൂഷ. ഒരു ആമേൻ. ഹല്ലേലൂയ. കാരണം ഈ വർഷാവസാനം ചെല്ലുമ്പോൾ ചിലത് കൊയ്തു കൂട്ടണം. ഒരു ആമേൻ പറ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് അരുതായ്മകൾക്ക് മക്കളെ നിങ്ങൾ പ്രേരിപ്പിക്കുന്നത്? ഇന്നു പകൽ തലമുറകളുടെ നന്മകൾ പ്രതീക്ഷിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഒരിക്കൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിൽ ഒരു കടയിൽ ചെന്നു. ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ പെൺകുട്ടികൾക്ക്, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ ചെന്നു. ഡ്രസ്സ് എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ആ കടക്കാരോട് പറഞ്ഞു, യോഗ്യമായൊരു ഡ്രസ്സൊക്കെ തരണം, യോഗ്യമായത് തരണം. ഉടനെ ആ ആളുകൾ അതിനകത്ത് തുണിയെടുത്ത് കൊടുക്കുന്ന പെൺകുട്ടികൾ പറയുക, ഇവരൊക്കെ എന്തോ മനുഷ്യരാ. ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു പാസ്റ്ററും കുടുംബവുമാണ്, ഞങ്ങൾക്ക് യോഗ്യമായൊരു ഡ്രസ്സ്. പ്രൈസ് ദ ലോർഡ്. ഉടനെ ആ കടയിൽ തുണിയൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു സഹോദരി എന്നെ നോക്കി പറയാം, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാനൊരു യാഥാർത്ഥ്യം പറയാം, ഇന്ന് പിള്ളേരെക്കാളും അമ്മമാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ആ കടയിൽ തടിച്ച ഒരു പെൺകുട്ടി കയറി വന്നു, അമ്മയും കൂടെ കയറി വന്നു. പെൺകുട്ടിക്ക് ജീൻസ് വേണ്ട, പക്ഷെ അമ്മയ്ക്ക് മകൾ ഏതിട്ടേലേ പറ്റത്തുള്ളൂ. ഒരു നല്ല ഗ്ലോറി പറയണം. ആമേൻ. പെൺകുട്ടിക്ക് ഏത് വേണ്ട, അവൾ അത് വല്ലാതെ ഇട്ട് മേളിലോട്ട് കയറ്റിയിടുമ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നിയിട്ട് അവൾ പറഞ്ഞു, ഇതെനിക്ക് വേണ്ട. പക്ഷെ അമ്മ പറഞ്ഞു, മോളെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഗ്ലോറി. ഞാൻ പ്രസംഗിക്കുന്നത് ആമേൻ PMG ചർച്ചിനകത്താണെന്ന് എനിക്കറിയാം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന സഭയ്ക്കകത്ത് ഈ ദൂത് പറയുമ്പോൾ അതിനൊരു സ്തോത്രം ചെയ്യാൻ കരമുയർത്തി പിടിച്ചൊരാമേൻ പറ.
ഹല്ലേലൂയ. ഞാൻ പറയാം, ഇന്ന് പല കുടുംബങ്ങളുടെ അകത്ത് തകർച്ചയ്ക്ക് കാരണം പിശാചാണെന്ന് പറഞ്ഞു ഒഴിയരുത്. അവരവരുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകളെ ക്രമീകരിക്കാത്തതിന്റെ തിക്താനുഭവങ്ങൾ പല കുടുംബങ്ങളിലും വ്യാപരിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽ ഞാൻ ദൂത് പറയാൻ പോകുകയാ. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനോ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി ഞങ്ങളെ മോചിക്കണമേ. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇന്നു പകൽ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് കൃപ പ്രാപിപ്പാൻ അവൻ താല്പര്യമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? അവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഈ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ മൗനത കൊണ്ട് ഇതിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. സ്തോത്രം ശരിക്കും വരാൻ സാധ്യതയില്ലാത്തൊരു ദൂതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. വേണമെങ്കിൽ നിങ്ങളെ നൃത്തം ചെയ്യിക്കാനുള്ള ആത്മീയ നിയോഗവും കൃപയും ദൈവം എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. ഒരു ആമേൻ പറയണം. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഇരിക്കുന്ന അച്ചായൻ്റെ അടുത്ത് പോയി ഫ്ലൈറ്റ് എന്നൊന്ന് പറഞ്ഞാൽ മതി, അച്ചായൻ ആരാകും? ഫ്ലൈറ്റ് പോലാകും. പക്ഷെ ഇന്ന് അത് വേണ്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. കാരണം ചെത്തുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കായ്ക്കാത്തതിനെ മുറിക്കുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മിണ്ടുന്നില്ല. ചെത്തി വെടിപ്പാക്കുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ചിലത് ഇതിനകത്തുണ്ട്. നിന്നെ ചെത്തി വെടിപ്പാക്കി അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നവന്റെ കരം ഇവിടെ ചലിക്കുന്നുണ്ട്. അർത്ഥാരകൽമനാദിയ. അതുകൊണ്ട് ഈ പകലിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ മൗനമാകരുത്. അതരങ്ങൾ തുറന്ന ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാവുക. ഹല്ലേലൂയ. യോവേലിന്റെ പ്രവചനം ശ്രദ്ധിക്കൂ. യോവേൽ പ്രവചനത്തിന്റെ പ്രമേയം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം എന്നാണ്. ഒരു ആമേൻ പറയാം. ഹല്ലേലൂയ. യോവേലിന്റെ പ്രവചനത്തിന്റെ പ്രമേയം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം. ഈ യോവേൽ എന്ന വാക്ക് നിങ്ങൾ എടുത്തു പഠിക്ക്. യഹോവ ദൈവമെന്നാണ് അർത്ഥം. ഒരാമേൻ പറയാമോ? യോവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ദൈവം. അവൻ്റെ പ്രവചനത്തിൻ്റെ പ്രമേയം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ഈ രണ്ട് ഭാഗങ്ങൾ ഞാനൊന്ന് തൊടാൻ പോകുകയാണ്. കാലഘട്ടങ്ങൾ വല്ലാതെ പോകുമ്പോൾ, ആളുകൾ വല്ലാതെ പോകുമ്പോൾ അതിൻ്റെ നടുവിൽ പേരുകൊണ്ട് പോലും ദൈവത്തെ വെളിപ്പെടുത്തുന്ന യോവേലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പേരുകൊണ്ട് പോലും ദൈവത്തെ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ച പലരും ബൈബിളിനകത്തുണ്ട്. അതിലൊരുവനാണ് ഏലിയാവ്. ഏലിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥവും യഹോവ ദൈവമെന്നാണ്. ഏലിയാവ് ജനിക്കുന്ന കാലഘട്ടം നിങ്ങൾ പഠിക്കണം. ആഹാബും ഇസബേലും വല്ലാതെ ഭരിക്കുന്ന കാലം. ഇസ്രായേലിൽ സത്യദൈവത്തെ ജനം വിട്ടുകളഞ്ഞിട്ട് ബാലിനും അശേരയ്ക്കും ആരാധന നടത്തുന്ന കാലം. ഒരാമേൻ പറയാമോ? അന്യദൈവങ്ങൾക്ക് ആരാധന നടത്തുന്ന ഇസ്രായേലിന്റെ മണ്ണിൽ ഇതാ ഒരു കുടുംബത്തിനകത്ത് ഒരു തലമുറ ജനിച്ചു വീഴുന്നു. ആ കുടുംബത്തിനകത്ത് ജനിച്ചു വീണ തലമുറയെ നോക്കി ആ കുടുംബത്തിലെ അപ്പനും അമ്മയും പറഞ്ഞു, ഏലിയാവ് യഹോവ ദൈവം. ഒരാമേൻ പറയണം. പുറത്ത് ബാലാണ് ദൈവം, പുറത്ത് ആളുകൾക്ക് അശേരയാണ് ദൈവം. എന്നാൽ ഇവർ അകത്തിരുന്ന് പറഞ്ഞു, പുറത്ത് ആളുകൾക്ക് ബാലും അശേരയും ദൈവമാണെങ്കിൽ അകത്ത് ഞങ്ങൾക്ക് യഹോവയാണ് ദൈവം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? നാടോടുമ്പോൾ നടുവേ ഓടുന്നവനല്ല കൃപ പ്രാപിച്ചവൻ. ഒഴുക്കിനകത്ത് അനുകൂലമായി ഒഴുകുന്നവനല്ല കൃപ പ്രാപിച്ചവൻ. ഒഴുക്കിനെതിരെ നീന്താൻ കപ്പാസിറ്റിയുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? 2015 വിശുദ്ധിയുടെ കാലമാക്കി മാറ്റിയാൽ, പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറായാൽ നിന്നെ ഉപയോഗിപ്പാൻ ഈ ദൈവം ശക്തനാണ്. വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ആദരങ്ങളെ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഞാൻ ആ ഏലിയാവിനെ ഒന്ന് തൊട്ടിട്ട് മടങ്ങി വരാം. ബാലും അശേരയും ദൈവങ്ങളായി വാഴുന്ന നാട്ടിൽ രാജമതമായി ബാലും അശേരയും മാറി. ആ സമയത്താണ് ഏലിയാവ് വീട്ടിൽ ജനിക്കുക. ഏലിയാവ് ജനിക്കുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും പേരിട്ട് വിളിച്ചു യഹോവ. പുറത്ത് രാജാവിന് ബാല ദൈവമെങ്കിൽ അകത്ത് ഞങ്ങൾക്ക് യഹോവയാ ദൈവം. എത്ര ഗ്ലോറി പറയാമോ?
എനിക്ക് ഏലിയാവിൻ്റെ മാതാപിതാക്കളെ ഓർത്തു സ്തോത്രം ചെയ്യാൻ തോന്നുക. കാരണം രാജമതത്തിനെതിരെ വീടിനകത്തെങ്കിലും പ്രതികരിക്കാനുള്ള ചങ്കുറപ്പ് അവർക്കൊണ്ടൊരാ. പ്രൈസ് ദി ലോർഡ്. അകത്ത് ജനിച്ചു വന്ന മകനെ യഹോവ ദൈവമെന്ന പേരിട്ടു വിളിച്ച് അവർ പ്രതികരണം വെളിപ്പെടുത്തിയെങ്കിൽ പുറത്തിറങ്ങി രാജാവിനോട് പ്രതികരിക്കാൻ ഏലിയാവിൻ്റെ അപ്പനും അമ്മയ്ക്കും കഴിവില്ലെങ്കിലും അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അവരുടെ വീടിനകത്ത് അവർ രാജമതത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായെങ്കിൽ അധികം വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അവരുടെ ഭവനത്തിൽ നിന്നൊരു ഏലിയാവ് പുറത്തു വരികയാ. ഉടമനാരകൽമനാദിയ കർമ്മേലിൽ തീയിറക്കുന്ന യഹോവയാം ദൈവത്തെ ദേശത്ത് വെളിപ്പെടുത്തുന്ന ഒരു ഏലിയാവ് അവരുടെ വീടിനകത്തുനിന്ന് പുറത്തു വന്നെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിൽ ജാഗരിക്കുന്ന ദൈവവൈതലേ, നിന്റെ വീടിനകത്തുനിന്ന് കാലഘട്ടത്തിന്റെ അപ്പോസ്തലന്മാർ, കാലഘട്ടത്തിന്റെ പ്രവാചകന്മാർ, കാലഘട്ടത്തിന്റെ ഉപദേഷ്ടാക്കന്മാര് പുറത്തെടുക്കാൻ കഴിയുന്നൊരു ദൈവത്തിന്റെ കരം ഇന്നു പകൽ ഇതിനകത്ത് ചലിക്കപ്പെടുകയാ. പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ദൈവത്തിനു വേണ്ടി എരിയുന്ന ചിലതിന്, ദൈവത്തെ വെളിപ്പെടുത്തുന്ന ചിലതിന്, പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ദൈവത്തെ വെളിപ്പെടുത്തുന്ന ചിലതിന് പുറത്തെടുക്കാൻ ഈ ദൈവം ശക്തനാണ്. ഒന്ന് കരമുയർത്തിപ്പിടിച്ചൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. കേൾക്കുക, കാലഘട്ടങ്ങൾ പ്രതികൂലമാകുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അകത്തിരിക്കുന്നവരല്ല കൃപ പ്രാപിച്ചവർ. യോവേലിന് യോവേൽ എന്ന് പേരിട്ടു. പേരിനകത്തൊക്കെ കുറേ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഊരിൽ നിന്നിറങ്ങി വന്ന അബ്രാമിന് അബ്രാം എന്ന അപ്പനിട്ട പേരാ. തേരക് എന്ന് പറയുന്ന ഗുണമില്ലാത്ത മനുഷ്യൻ, വീട്ടിൽ ജനിച്ച ചെറുക്കന് അബ്രാം എന്ന ഗുണമില്ലാത്ത പേരിട്ടൊരാ. ഒരു നല്ല ഗ്ലോറി പറയണം. ഹല്ലേലൂയ. എന്നാൽ തമ്പുരാൻ ഊരിൽ നിന്ന് അവനെ വിളിച്ചിറക്കി. കുറേ നാൾ അവൻ അബ്രാമായി യാത്ര ചെയ്തു. രാമൻ പറയണം. എന്നാൽ കേൾക്ക്, തമ്പുരാൻ ആ പേര് മാറ്റി. ഗുണമില്ലാത്ത അപ്പനിട്ട അബ്രാമ എന്ന പേരിനെ ദൈവം അബ്രഹാം എന്ന പേരിട്ട് ബഹുജാതികൾക്ക് പിതാവാക്കിയൊരാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, ദൈവമേ, ഈ ഹാ എവിടുന്നാണ് ഇവൻ ഇട്ടുകൊടുത്തത്? ദൈവം എന്നോട് പറഞ്ഞ മറുപടി, എൻ്റെ യഹോവയുടെ ഹാ. മനസ്സിലാകുന്നില്ല? യഹോവയുടെ ഹാ അബ്രാമിൻ്റെ ഇപ്പുറത്തോട്ടിട്ടപ്പോൾ അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി. രണ്ടാമത് ഒരു ദൂത് കൂടെ പറയാം. ഹാ എന്ന വാക്ക് ഒരു ആശ്ചര്യമാണ്. മിണ്ടുന്നില്ല. ഹാ എന്ന പദം ആശ്ചര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹാ, ഹാ മനോഹരം, ഹാ ആശ്ചര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ തകർന്നു കിടന്നവനെ സമൂഹത്തിൽ ഒരു ആശ്ചര്യമാക്കാൻ, മിണ്ടുന്നില്ല. ഇന്നലകളിൽ തകർന്നു കിടന്നവനെ, ഇന്നലകളിൽ ദുരിതം അനുഭവിച്ചവനെ, ഇന്നലകളിൽ ബന്ധിക്കപ്പെട്ടവനെ സമൂഹത്തിൽ ഒരു ആശ്ചര്യമാക്കാൻ ദൈവപ്രവൃത്തി അവിടെ ചലിച്ചെങ്കിൽ ഈ പകലിൽ നീ വിശ്വസിക്കാൻ തയ്യാറായിക്കോ. നിന്നെ ഒരു ആശ്ചര്യമാക്കാൻ, നിന്റെ കുടുംബത്തെ ഒരു ആശ്ചര്യമാക്കാൻ കഴിയുന്നവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ ഹാ, എൻ്റെ ഭാഷ പ്രസംഗ ഭാഷ. അബ്രാമിനിട്ട് കൊടുത്തപ്പോൾ അവൻ ബഹുജാതികൾക്ക് പിതാവായി. അർത്ഥം ഞാൻ പറയാം. ഒന്നുമില്ലാത്തവൻ്റെ കൂടെ ദൈവം ചേർന്ന് നിന്നപ്പോൾ, മിണ്ടുന്നില്ല. തകർന്നു കിടന്നവൻ്റെ കൂടെ ദൈവം ചേർന്ന് നിന്നപ്പോൾ അവനൊരു അത്ഭുതമായി മാറി. സ്തോത്രം. ആമേൻ. കേൾക്കുക, യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി. ഇനിയും കേൾക്ക്, പുതിയ നിയമം പഠിക്കുമ്പോൾ ശീമോനെ ദൈവം പത്രോസാക്കി. യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് ഇടിമക്കളാക്കി. പേര് മാറ്റുന്ന ദൈവപ്രവൃത്തി ബൈബിളിനകത്ത് തന്നെയുണ്ട്. കാരണം ചില പേരുകൾ ചിലർക്ക് ചേരുന്നതല്ല. ഒരാമേൻ പറയണം. ചിലരുടെ സ്വഭാവവും പേരും തമ്മിലൊരു ബന്ധവുമില്ല. ചിലരുടെ പേര് സൗമ്യ എന്നാ, പക്ഷെ യാതൊരു സൗമ്യതയുമില്ല. മനസ്സിലാകുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ചിലരുടെ പേരൊക്കെ വിചിത്രമാണ്, പക്ഷെ പേരുമായിട്ടൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. ചിലരുടെ പേരൊക്കെ കേട്ട പ്രൈസ്, പക്ഷെ സ്തുതിക്കാൻ വാതുറക്കത്തില്ല.
ഹല്ലേലൂയ. ഇപ്പൊ തമ്പുരാൻ അറിയാൻ ചിലതിൻ്റെ പേര് മാറ്റിയേ പറ്റത്തുള്ളൂ. യാക്കോബിനെ യോഹന്നാനെ ഇടിമക്കളാക്കി, ശീമോനെ പത്രോസാക്കി. തിരിച്ച് ഞാൻ പറയാം, ദൈവം ചിലരുടെ പേര് മാറ്റി, ഈ ലോകവും ചിലരുടെ പേര് മാറ്റി. യോസേപ്പ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫറവോൻ അവൻ്റെ പേര് മാറ്റി, സാപ്നത്തു പനേഹ എന്ന പേരിട്ട് കൊടുത്തു. ദാനിയേൽ ബാബിലോണിൽ ചെന്നപ്പോൾ ബാബിലോണിയ രാജാവ് ദാനിയേലിന് ബേൽസസർ എന്ന് പേര് മാറ്റി. എന്താ അതിൻ്റെ കാര്യം? യോസേപ്പ് എന്ന പേരിൽ ഫറവോന്റെ നാട്ടിൽ നിന്നാൽ ഫറവോന്റെ ചെകുത്താന് പിന്നെ നിൽക്കാൻ കഴിയത്തില്ല. ദാനിയേൽ, ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ, ആ പേരിൽ ബാബിലോണിൽ നിന്നാൽ ബേൽസസറിന്റെ ദൈവത്തിന്, ബാബിലോണിലെ ദൈവത്തിന് പിന്നെ നിൽക്കാൻ കഴിയത്തില്ല. ഒരു നല്ല ഗ്ലോറി പറയാൻ തയ്യാറാക. ഞാനൊരു ദൂത് പറയാൻ പോകുകയാണ്. ഒരു കാലഘട്ടത്തിൽ നിഴല് തട്ടിയ രോഗി സൗഖ്യമായതെങ്കിൽ, ഉത്തരീയമിട്ട രോഗി സൗഖ്യമായതെങ്കിൽ, ഈ കാലഘട്ടത്തിൽ പേര് വെളിപ്പെടുമ്പോൾ തന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ മൂവ് ചെയ്യിക്കുന്നെന്ന് ഉറപ്പ് പ്രാപിച്ചവർ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തിലാണ് ഭൂതങ്ങൾ മാറുന്നതെങ്കിൽ, യേശുവിന്റെ നാമത്തിലാണ് രക്ഷ നടക്കുന്നതെങ്കിൽ, ഇന്നു പകൽ നീ കേട്ടോ, ഉണർവിന്റെ കാലം അടുത്തു വരുന്നു. പേര് വെളിപ്പെടുമ്പോൾ തന്നെ ദൈവപ്രവർത്തി ചലിക്കുന്ന ഒരു സമയമുണ്ട്. തിരിച്ചറിയുന്നവർ ആ കരമൊന്നുയർത്തി സ്തോത്രം ചെയ്യട്ടെ. ദൈവം എന്നോട് ഈ ദൂത് പറഞ്ഞപ്പോൾ ഞാൻ ആ ദൂതിനകത്ത് കയറി ബലപ്പെട്ട് നിൽക്കുക. പൗലോസിൻ്റെ ഉത്തരീയം കൊണ്ടിട്ട രോഗി സൗഖ്യമായതെങ്കിൽ, പത്രോസിൻ്റെ നിഴല് തട്ടിയാണ് രോഗി സൗഖ്യമായതെങ്കിൽ, ഈ അന്ത്യകാല ഉണർവിനകത്ത് കൃപ പ്രാപിച്ചവൻ്റെ പേര് വെളിപ്പെടുമ്പോൾ തന്നെ മിണ്ടുന്നില്ല. അഭിഷേകമുള്ളവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ ഇളകുന്ന, ദുഷ്ടശക്തികൾ തകരുന്ന, ബന്ധനങ്ങൾ പൊട്ടുന്ന, ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുന്ന കാലം നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചൊരാമേൻ പറയാൻ തയ്യാറുള്ളവരെ കരം ചലിപ്പിച്ച് ഈ പകലിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, യോവേൽ, യഹോവ ദൈവം എന്നവൻ്റെ പേരിൻ്റെ അർത്ഥം, അവൻ്റെ പ്രവചനത്തിന് പ്രമേയം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ആമേൻ. ശ്രദ്ധിക്കുക, ഈ യോവേൽ പ്രവചിച്ചു തുടങ്ങുന്നു. അവൻ പ്രവചിക്കുമ്പോൾ ഇസ്രായേലിൽ വെളിപ്പെട്ട 4 വിധ വിഷയങ്ങൾ വെളിപ്പെട്ടു. 1 തുള്ളൻ, 2 വെട്ടിക്കിളി, 3 പച്ചപ്പുഴു, 4 വിട്ടില്. ഈ 4 വിധ വിഷയങ്ങളിലൂടെ ഇസ്രായേലിൽ 4 വിധ ശൂന്യതകൾ വെളിപ്പെട്ടു. പാണ്ഡികശാല ശൂന്യമായി, വയൽ ശൂന്യമായി, ആലയം ശൂന്യമായി, ദേശം ശൂന്യമായി. വിട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും നിമിത്തം ദേശത്ത് 4 വിധ ശൂന്യതകൾ വെളിപ്പെട്ടു. ഒരു ആമേൻ പറയാമോ? ഇന്ന് പകൽ ഈ ദൂത് മുന്നോട്ട് പറയുന്നതിന് മുമ്പ് എനിക്കൊരു നിയോഗമുണ്ട് പറയാൻ. ശൂന്യത വരുത്തുന്ന ചിലതിനെ നിന്റെ വീടിനകത്തുനിന്ന് പുറത്താക്കി നിനക്കൊരനുഗ്രഹത്തെ നൽകാൻ കഴിയുന്ന ദൈവകരം ഇന്ന് പകൽ ചലിക്കപ്പെടുകയാണ്. വിട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും തിന്നു തീർത്ത സംവത്സരങ്ങൾക്ക് പകരം തരാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഇവിടെ ചലിക്കപ്പെടുകയാണ്. അർത്ഥാരകൽമനാദിയ നിന്റെ ബിസിനസ്സിനകത്തെ ശൂന്യതകൾ, നിന്റെ ശുശ്രൂഷയിലെ ശൂന്യതകൾ, നിന്റെ ഭവനത്തിലെ ശൂന്യതകളെ പരിഹരിക്കുന്ന ഒരു ദൈവപ്രവർത്തി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു. അത് തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ ആ കരമൊന്നുയർത്തി ഹല്ലേലൂയ പറയണം. സ്തോത്രം. 4 വിധ പോരാട്ടങ്ങൾ, 4 വിധ പോരാട്ടങ്ങൾ. പച്ചപ്പുഴു, വിട്ടില്, വെട്ടിക്കിളി, തുള്ളൻ. 4 വിധ പോരാട്ടങ്ങൾ നിമിത്തം 4 വിധ ശൂന്യതകൾ ഇസ്രായേലിൽ വെളിപ്പെട്ടു. വയൽ ശൂന്യമായി, പാണ്ഡികശാല ശൂന്യമായി, ദേശം ശൂന്യമായി, ആലയം ശൂന്യമായി. എത്ര പേർ ആമേൻ പറയും? ഞാൻ ഇന്നു പകൽ എനിക്ക് നിയോഗമുണ്ട്. ശൂന്യത വരുത്തുന്ന ആ ദുഷ്ടവ്യാപാരത്തെ ഒന്ന് ആത്മാവിൽ ശാസിക്കാൻ കൃപ പ്രാപിച്ചവർ
ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഭവനത്തിലാകട്ടെ, ബിസിനസ്സിനകത്താകട്ടെ, സഭയ്ക്കകത്താകട്ടെ, ശുശ്രൂഷയിലാകട്ടെ, ശൂന്യതകൾ വരുത്താൻ നിൽക്കുന്ന ആ അന്ധകാര മണ്ഡലത്തെ ആത്മാവിൽ പൊട്ടിച്ചു കളയാൻ, ആത്മാവിൽ ശാസിക്കാൻ കൃപ ലഭിച്ചവർ ഇതിനകത്ത് അടങ്ങിയിരിക്കരുത്. ഈ പകലിൽ അവരുടെ അധരങ്ങൾ ചലിക്കണം. ദൈവകരം നമുക്ക് വേണ്ടി ചലിക്കപ്പെടുമ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ മൗനമാകാതെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ 4 വിധ പോരാട്ടങ്ങളെ നിങ്ങൾ എടുത്തു പഠിച്ചേ. 4 വിധ പോരാട്ടങ്ങൾക്ക് ഒരേ സ്വഭാവമാണ്. പുഴു തിന്ന് ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് തുള്ളൻ തിന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു. എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആക്രമണത്തോടുകൂടെ, പ്രശ്നത്തോടുകൂടെ സകല പച്ചപ്പും തീർന്നു. ഹല്ലേലൂയ, ആമേൻ. അവസാനത്തെ ആക്രമണത്തോടുകൂടെ സകല പച്ചപ്പും തീർന്നു. ഈ ജനത്തിൻ്റെ എങ്ങും ഒരു പച്ചപ്പ് കാണുന്നില്ല, എങ്ങും ഒരു സമൃദ്ധി കാണുന്നില്ല. ആമേൻ. ഈ വിഷയങ്ങളെയെല്ലാം വിരൽ ചൂണ്ടിയിട്ട് യോവേൽ പ്രവചിച്ചു പറഞ്ഞു, പച്ചപ്പ് മുഴുവൻ പോയില്ലേ, എല്ലായിടവും ശൂന്യമല്ലേ. എന്നാൽ ഈ ശൂന്യത മാറ്റാൻ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നിങ്ങൾ യഥാസ്ഥാനപ്പെടാൻ തയ്യാറായാൽ, നിങ്ങൾ യഥാസ്ഥാനപ്പെടാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ദൈവം പകരം തരും. നിങ്ങൾ യഥാസ്ഥാനപ്പെടാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്ക് തൃപ്തി തരും. നിങ്ങൾ യഥാസ്ഥാനപ്പെടാൻ തയ്യാറായാൽ ദൈവം നിങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ യഥാസ്ഥാനപ്പെടാൻ തയ്യാറായാൽ ദൈവം നിങ്ങളുടെ നടുവിൽ വസിക്കും. നിങ്ങൾ യഥാസ്ഥാനപ്പെടാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഇന്ന് പകലിൽ ഒരു മടങ്ങി വരവിന് വേണ്ടി കൊതിക്കുന്നുണ്ട്? കുരുകിലും മീവലും ഒരു മടങ്ങി വരവ് അറിയുന്നു. ഞങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടതിന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞാൻ ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ കുടുംബത്തിനകത്തെ ശൂന്യതകൾക്കൊരു പരിഹാരം വരണം. ഇനിയും ആ ദുരന്തങ്ങൾ എൻ്റെ കുടുംബത്തിനകത്ത് വേട്ടയാടരുത്. എൻ്റെ തലമുറകളുടെ വഴികൾ ഇനി അടയപ്പെടരുത്. എൻ്റെ കുറവ് കൊണ്ടാണത് സംഭവിച്ചതെങ്കിൽ ഞാനിതാ മടങ്ങി വരാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. ഞാനിതാ മടങ്ങി വരാൻ തയ്യാറാകുകയാണ്. ഞങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടതിന് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ എനിക്കൊരു യാഥാർത്ഥ്യം അറിയാം. ചില കുടുംബങ്ങളെ ശൂന്യപ്പെടുത്തിയ അന്ധകാര ശക്തികളുടെ മേൽ ഇന്നൊരു തിരിച്ചടി ദൈവം നൽകാൻ പോകുകയാ. ചില കുടുംബങ്ങളെ ശൂന്യപ്പെടുത്തിയ, വഴികളെ അടച്ചു കളഞ്ഞ അന്ധകാര മണ്ഡലങ്ങളെ ശാസിക്കുന്ന ദൈവകരം ഈ പകലിൽ നമുക്ക് വേണ്ടി ചലിക്കപ്പെടുകയാണ്. തിരിച്ചറിയുന്നവർ ആ ആദരങ്ങളെ തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ദൂതിന് സ്തോത്രം പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഞാൻ ഈ യോവേൽ പ്രവചനത്തിൻ്റെ ഔട്ട്ലൈനിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല. ഔട്ട്ലൈനിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ശ്രദ്ധിക്കൂ, യോവേൽ പറയുന്നു, ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെ. പക്ഷേ നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് ഞാൻ പകരം തരും. ഞാൻ തൃപ്തി തരും. ഞാൻ അത്ഭുതം ചെയ്യും. ഞാൻ നടുവിൽ വസിക്കും. ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. ഓ ഷൈധാരകൽ മനാദിയ,
ധൂമകാരകൽമനാദിയ എൻ്റെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തിയെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ ഒരു ദൈവപ്രവൃത്തിയെ പ്രതീക്ഷിക്കുന്നു. 2015 ഒരു വലിയ ദൈവപ്രവൃത്തി ഞാൻ എൻ്റെ കുടുംബത്തിനകത്തും സഭയ്ക്കകത്തും ശുശ്രൂഷയ്ക്കകത്തും പ്രതീക്ഷിക്കുന്നെന്ന് ബോധ്യമുള്ളവർ ഇതിനകത്ത് അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കൂ. മടങ്ങി വരിക. ദൂതിൻ്റെ പ്രധാന ഭാഗം മടങ്ങി വരിക. ആമേൻ. ഞങ്ങൾ ഏതിൽ മടങ്ങി വരേണ്ടു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. മടങ്ങി വരേണ്ട മേഖലകൾ ധാരാളം. മടങ്ങി വരേണ്ട മേഖലകൾ ധാരാളം. യഥാസ്ഥാനപ്പെടേണ്ട മേഖലകൾ ധാരാളം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. മടങ്ങി വരവിൻ്റെ മാനദണ്ഡം എങ്ങനെ? യോവേൽ അത് വെളിപ്പെടുത്തി. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറണം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറണം. മടങ്ങി വരുന്നത് ഒരു ഫാഷൻ മാനസാന്തരമല്ല, ഹൃദയംഗമായൊരു മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്ന സ്നാനമല്ല. ആമേൻ. സ്നാനമെന്ന് പറയുന്ന മാനസാന്തരപ്പെട്ടതിൻ്റെ ശേഷം നടക്കേണ്ടതാ. ചില ആളുകൾ പറയുന്നുണ്ട്, മാനസാന്തരപ്പെട്ടോ? ഞാൻ സ്നാനപ്പെട്ടതാ. സ്നാനവും മാനസാന്തരവും തമ്മിൽ രണ്ടും രണ്ടാണ്. എത്ര പേർ ആമേൻ പറയും? സ്തോത്രം. മാനസാന്തരപ്പെട്ടോ? ഞാൻ സ്നാനപ്പെട്ടതാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാനസാന്തരം എന്ന് പറയുന്ന സ്നാനമല്ല, മാനസാന്തരപ്പെട്ടതിന് ശേഷം നടക്കേണ്ടതാണ് സ്നാനം. ഒരു ആമേൻ. എന്നാൽ മാനസാന്തരം ഒരിക്കലായിട്ടുള്ളതല്ല, അത് ദിനംതോറും നടക്കേണ്ടതാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുക ഈ പകലിൽ. ആമേൻ. ഒരു മാനസാന്തരത്തിൻ്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? യോവേൽ പറഞ്ഞു, വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറുക എന്ന് പറഞ്ഞ ഭാഷൻ മാനസാന്തരം പോരാ, ഭാഷൻ അനുതാപം പോരാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഫറവോൻ ഒരിക്കൽ മോശയോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. പക്ഷെ ഫറവോൻ പറഞ്ഞ ആ വാക്കുകൊണ്ട് ഫറവോന് മാനസാന്തരം വന്നില്ല. അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഏറ്റുപറച്ചിലാണ്. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തത് കൊണ്ട് ഞാൻ പാപം ചെയ്തു. ആ ഏറ്റുപറച്ചിലും ഒരു ശരിയായ മാനസാന്തരമല്ല. എന്നാൽ കേൾക്ക്, നാഥാൻ പ്രവാചകൻ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ആ മനുഷ്യൻ ഇതാ നീ എന്ന് പറയുമ്പോൾ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ പറയുമ്പോൾ, തൻ്റെ കൊട്ടാരത്തിനകത്ത് നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യങ്ങൾ പോക്കണമേ. എൻ്റെ പാപങ്ങൾ നീക്കി എന്നെ വെടിപ്പാക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പകരണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് നിലത്ത് കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ ദൈവവചനം വെളിപ്പെടുത്തുമ്പോൾ അവനെ നോക്കി ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഒരബദ്ധം പറ്റാത്ത ആരും ഇതിനകത്തില്ല. ഒരബദ്ധം പറ്റാത്ത ആരും ഇതിനകത്തില്ല. പരിപൂർണരെന്ന് അവകാശപ്പെടാൻ ആരും ഇതിനകത്തില്ല. 100% ക്ലിയർ എന്ന് പറയാൻ ആരും ഇതിനകത്തില്ല. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുക. 100% ക്ലിയർ എന്ന് പറയാൻ ആരും ഇതിനകത്തില്ല. സ്തോത്രം. ആമേൻ. ശരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഹൃദയങ്ങളെ വായിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. എൻ്റെ ഹൃദയത്തെ വായിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ ഹൃദയങ്ങളെ അന്യോന്യം വായിക്കാൻ നമുക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പ്രസംഗത്തിന് വിളിക്കത്തില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കത്തുമില്ല. എത്ര പേര് ആമേൻ പറയും?
ഹല്ലേലൂയ. പക്ഷേ കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു, കർത്താവിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ 2015 ആരംഭ ഈ മാസത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. ഞങ്ങൾ യഥാസ്ഥാനപ്പെടേണ്ടതിന് ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങമേ പണ്ടേ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ മടങ്ങി വന്നാൽ, യോവേലിൻ്റെ പ്രവചനത്തിലേക്ക് ഞാൻ കയറുന്നു. നിങ്ങൾ അങ്ങനെ മടങ്ങി വന്നാൽ എങ്ങനെ? വസ്ത്രങ്ങളെ അല്ല, ഹൃദയത്തെ കീറിയാൽ. ആമേൻ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള വേഷഭൂഷാദികൾ കൊണ്ടൊരു മാനസാന്തരമല്ല. വെള്ളയിടുന്നത് നല്ലത്, ആമേൻ, ക്ലീൻ ഷേവ് ചെയ്യുന്നത് നല്ലത്, ഇതെല്ലാം നല്ലത് തന്നെ. പക്ഷെ അത് മാനസാന്തരത്തിൻ്റെതാക്കി മാറ്റരുത്. മാനസാന്തരപ്പെട്ടവൻ ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന് കരമുയർത്തി ഒരു ആമേൻ പറയാമോ? ആമേ. പുറമേയുള്ള പരിച്ഛേദനയല്ല, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് പരിച്ഛേദനയെങ്കിൽ ആമേൻ അകത്തോട്ട് പോകുന്നതൊന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെങ്കിൽ ഈ ഉപവാസ ത്തിന്റെ 4-ാം സെക്ഷനിൽ ഈ ആണ്ടിന്റെ ആരംഭ മാസത്തിൽ ദൈവാത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, മടങ്ങി വരവിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുക, യഥാസ്ഥാനത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെടുക. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അടുത്ത പ്രവചന ദൂത് നിങ്ങൾ കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരും, അതിനാൽ നിങ്ങൾക്ക് തൃപ്തി വരും. നിങ്ങൾ വടക്കു നിന്നുള്ള ശത്രുവിനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി അതിനെ മുൻപടയെ കിഴക്കേ കടലിലും അതിൻ്റെ പിൻപടയെ ഞാൻ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. എൻ്റെ ജനം ഒരു നാൾ ലജ്ജിച്ചു പോകയില്ല. ഞാൻ അവർക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും. ഈ പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം എനിക്ക് ഉറപ്പാണ്. നിനക്ക് ശൂന്യത വരുത്തിയ ആ ശത്രുവിനെ നിന്റെ ഇടയിൽ നിന്ന് ദൂരത്താക്കി നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ധാന്യവും വീഞ്ഞും എണ്ണയും തന്ന് നിനക്ക് വേണ്ടി തൃപ്തികരമായ ഒരു അനുഗ്രഹത്തെ പകരാൻ ഈ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ ഒരു മടങ്ങി വരവിന് വേണ്ടി കൊതിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയണം. ഞാൻ പറയാം, ഇതൊരു ഉണർവിൻ്റെ തുടക്കമാണ്. എത്ര പേര് ആമേൻ പറയും? എവിടൊക്കെ ഒരു ഏറ്റുപറച്ചിൽ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ഉണർവ് പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്. ആമേൻ. എവിടെയൊക്കെ ആരൊക്കെ ഏറ്റുപറയാൻ തയ്യാറായിട്ടുണ്ടോ? ആമേൻ. നെഹമ്യാവ് തൻ്റെയും തൻ്റെ പിതൃഭവനത്തിൻ്റെയും പിതാക്കന്മാരുടെയും പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇടിഞ്ഞു കിടന്ന യെരൂശലേമിൻ്റെ ചുറ്റുമതിൽ പണിയാൻ ദൈവം അവനെ നിയോഗിച്ചു. ദാനിയേൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ ഇസ്രായേലിൻ്റെ പ്രവാസത്തിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ദൂത് ദൈവം അവന് കൈമാറി. ആരൊക്കെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവരെ എല്ലാം തമ്പുരാൻ ആശീർവദിച്ചിട്ടുണ്ട്. ആമേൻ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞ് ഇന്നു പകലിൽ ഈ യോവേൽ പ്രവചനത്തിൻ്റെ പുറമേ നിന്നുള്ള ഈ ദൂതിനകത്ത് ഒന്ന് സമർപ്പിക്കപ്പെടാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? കർത്താവേ, ഞാനിതാ ഒരു മടങ്ങി വരവിന് കൊതിക്കുന്നു. കുരികിലും മീവലും മടങ്ങി വരവിന് ആഗ്രഹിക്കുന്നത് പോലെ ഞാനിതാ ഒരു മടങ്ങി വരവിന് കൊതിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാനായിട്ടൊന്ന് ഏൽപ്പിക്കപ്പെടുമോ? എത്ര പേർ പറയും, കർത്താവേ, ഞാനൊരു മടങ്ങി വരവിന് കൊതിക്കുന്നു. എൻ്റെ ശൂന്യതകൾ മാറിയേ പറ്റൂ. എൻ്റെ കുടുംബത്തിനകത്തെ ശൂന്യതകൾ മാറിയേ പറ്റൂ. എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചലിച്ചേ പറ്റൂ. ആമേൻ. പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ അവനൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു മടങ്ങി വരവിന് ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് യഥാസ്ഥാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. സ്ഥാനം വിട്ട് ഞാൻ ചലിച്ചു. ഞാൻ ആ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു.
നീ ഏതെല്ലാം സ്ഥാനത്തു നിന്ന് നീ പോകേണ്ടി വന്നിട്ടുണ്ടോ, നിനക്ക് നഷ്ടപ്പെട്ട സകല സ്ഥാനങ്ങളും യഥാസ്ഥാനപ്പെടുത്തി തരാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാനിതാ ഒരു മടങ്ങി വരവിന് കൊതിക്കുന്നു. ആമേൻ. അങ്ങനെ താല്പര്യമുള്ളവർ നിങ്ങളുടെ വിശുദ്ധ വലങ്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഞാനിതാ ഒരു മടങ്ങി വരവ് കൊതിക്കുകയാണ്. ഈ 2015 ഒരു മടങ്ങി വരവ് ഞാൻ കൊതിക്കുന്നു. ഒരു യഥാസ്ഥാനം ഞാൻ കൊതിക്കുന്നു. പ്രിയ പിതാവേ, ഞാൻ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തമായി ദൈവവചനത്തിലെ ഇടപെടലുകൾക്ക് മുമ്പിൽ ഒരു മടങ്ങി വരവിന് സമർപ്പിക്കപ്പെട്ട ഈ അങ്ങയുടെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരുടെ ഇനിയുള്ള കാലങ്ങൾ ഒരു വലിയ ദൈവിക വിടുതലുകൾ ഇവരുടെ മേൽ സംഭവിക്കപ്പെടുവാൻ, ഇവരുടെ ശൂന്യതകൾ മാറുവാൻ, ഇവരുടെ ഞെരുക്കങ്ങൾ മാറുവാൻ, ഇവരെ ഞെരുക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇവർക്കൊരു വലിയ വിജയം ലഭിപ്പാൻ കൃപ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസം ഉണ്ടാക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവസ്ഥൽ ആഗ്രഹിച്ച് ദൈവമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമെന്ന് ഭക്തൻ ആത്മാവിൽ വിലപിച്ചതുപോലെ ഹല്ലേലൂയ, മടങ്ങി വരവിൻ്റെ ദൈവശബ്ദ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട എല്ലാ ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഒരു യോവേലിൻ്റെ പ്രവചനങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ദൂതിൻ്റെ ആഴമെന്തെന്ന് പരിശുദ്ധ ആത്മാവ് നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. നാം ചില ദിവസങ്ങൾ മുമ്പാണ് ദൈവസന്നിധി ദീർഘ ദിവസങ്ങൾ ഉപവസിച്ചത്. കഴിഞ്ഞ മാസവും നമുക്ക് ഉപവാസമുണ്ടായിരുന്നു. എന്നാൽ ഈ 2015 പ്രാരംഭത്തിൽ പരിശുദ്ധ ആത്മാവ് നമ്മെ കേൾപ്പിച്ചതൊരു മടങ്ങി വരവാണ്. എന്നും ഒരു മടങ്ങി വരവിൻ്റെ ശബ്ദം കേൾക്കുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, അടിസ്ഥാനത്തിൽ നിന്ന് പണിയുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ 2015 കർത്താവേ ഞങ്ങളെ നടത്തണമെന്ന്, ഹല്ലേലൂയ, വ്യസനത്തിലുള്ള മാർഗമെല്ലോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമെന്ന് ഭക്തൻ ആത്മാവിൽ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ദൈവസ്ഥലിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരു യഥാർത്ഥമായ മടങ്ങി വരവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനത്തിൽ കിടക്കുന്ന പോലെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണെന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് വചനം ഓർപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ, ഒരു മടങ്ങി വരവിലേക്ക്, ഒരു യഥാസ്ഥാപനത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടവിന്, കഴുത എൻ്റെ ജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ലെന്ന് വിലപിക്കുന്ന സർവശക്തൻ്റെ ഹല്ലേലൂയ വിലാപം വചനത്തിൽ കിടക്കുമ്പോൾ നമ്മെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതെൻ്റെ മക്കളെന്ന് ദൈവം പറയത്തക്കവണ്ണം ഞാൻ അവരുടെ നടുവിൽ വസിക്കുമെന്ന്, ഞാൻ അവർക്ക് പിതാവും അവരെനിക്ക് പുത്രിപുത്രന്മാരുമായിരിക്കുമെന്നുള്ള ആ വലിയ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം സംസാരിപ്പാൻ കർത്താവിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. ശക്തിയോടെ കർത്താവ് അല്ലെങ്കിൽ കരങ്ങൾ എടുത്തല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശുദ്ധ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്ന ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ചല്ലോ. കർത്തൃദാസനെ കർത്താവ് സഹായിക്കണതിന് ഇന്ന് രാത്രി കാലത്തെ ശുശ്രൂഷയ്ക്കായി കർത്താവ് അധികാരപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കാം. ദൈവസല്ല നല്ല പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ വലിയ കൃപ കൽപ്പിക്കുന്നതിനായി പൂർണ്ണമായി ഉപസിക്കുന്ന, ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാ കർത്തൃദാസദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് നാം എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, അനുഗ്രഹമേറിയ നല്ല പകൽക്കാലം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസമക്കളെ ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ സർവ്വകൃപാലുവായി ദൈവമൊരുക്കിയ സാവകാശങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ആമേശ്വരാദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവേ, ഇന്ന് പകൽക്കാലം കേട്ടതായ എല്ലാ ദൈവ ശബ്ദങ്ങൾക്കുമായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം. കർത്താവേ, ഏതിൽ വീണിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ അറിഞ്ഞുകൊണ്ട് കർത്താവേ അതിൽ മടങ്ങി വരുവാൻ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവേ ആമേ യോവേൽ കൂടി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേ സംസാരിച്ചതായ
എല്ലാ നല്ല ആലോചനകൾക്കുമായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസഭ മുറ്റുമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ആത്മാവിൻ്റെ നിയോഗമായി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആത്മാഭാരത്തോടെ ഇടങ്കയും വലങ്കയും അറിയാതിരിക്കുന്ന ജനത്തിൻ്റെ മധ്യരംഗത്തിരിച്ച് ഹല്ലേലൂയ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുവാൻ ആത്മാവിൻ്റെ നിയോഗമായി തീരുവാൻ സർവശക്തൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവെ സ്തോത്രം. ദൈവജന കർത്താവെ, നിന്റെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ. വൈകുന്നേരത്തെ സെഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തിയ മുറുക്കി അഭിഷേകം ചെയ്ത കർത്താവെ, കടന്നുവരുന്ന ജനത്തിന് ആവശ്യമായ ദൈവത്തിന്റെ ഇരളപ്പാടുകളും ആലോചനകളും ദൈവിക ഹല്ലേലൂയ ആത്മാവിന്റെ നിയോഗങ്ങൾ വിളിച്ചു പറയുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദിവസം മുറ്റുമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി കർത്താവെ സ്വത്രം ഹല്ലേലൂയ നിന്റെ വരവിനൊക്കെ ഒരുങ്ങുവാൻ ആത്മധവനത്താൽ സ്വത്രം നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ജനത്തെ ആത്മാവിന്റെ നിയോഗമാക്കി തീർക്കുവാൻ സഹായിക്കണമേ. കർത്താവെ, ഈ പകൽക്കാലം സ്വത്രം ഞങ്ങളെ മുറ്റുമായി ഒരിക്കൽ കൂടി കർത്താവിന്റെ വേലയ്ക്കായി, കർത്താവിന്റെ പുനർനാമ മഹത്വത്തിനായി താഴ്ത്തി സമർപ്പിക്കുന്നു. ആത്മാവിലെ ജഡത്തിലെ സകല കന്മഷവും പോക്കണം, നിത്യത്തിലേക്ക് ഞങ്ങളെ ഒരുക്കണം. കർത്താവിന്റെ വേലയ്ക്കായി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായി സമ്പൂർണ്ണമായി സഭയെ താഴ്ത്തി കേൾപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നിന്നുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ. എല്ലാ